Good evening, everyone. This has been a long-awaited program for us, focused on students and science education. This program is organized jointly by Science People and Janasamskriti Balabedi. Today we have with us distinguished faculty members from India's premier science institutions, IIT, ISER, and TIFR as our panelist. Actually, this program was suggested to us by Professor Pradeep Kumar of IIT Bombay, who is our panelist today. We then approached Professor Kana Sureshan of ISER Trivandrum and Dr. T.N. Narayan of TIFR Hyderabad. Both readily agreed to be panelists. We also have Dr. Prasad Alex with us as moderator. Now, I invite Dr. Hasina, Janasamskriti Joint Secretary, to deliver the welcome address. എല്ലാവർക്കും നമസ്കാരം. ജനസംസ്കൃതിയും സയൻസ് പീപ്പിൾ ഡൽഹിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന എക്സ്പ്ലോർ ഹയർ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഇൻ സയൻസ് എന്ന ഓൺലൈൻ ഇന്ററാക്റ്റീവ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടുള്ള IIT, ഐസർ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ അധ്യാപകരാണ് ഈ ഓൺലൈൻ ഇന്ററാക്റ്റീവ് സെഷനിൽ നമ്മളോട് സംസാരിക്കാൻ വേണ്ടി ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. IIT ബോംബെയിലെ പ്രൊഫസർ പ്രദീപ് കുമാർ PI, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിലെ പ്രൊഫസർ കാന M. സുരേഷൻ, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ഹൈദരാബാദിലെ ഡോക്ടർ T. നാരായൺ എന്നിവരെ സയൻസ് പീപ്പിൾ ഡൽഹിയുടെയും ജനസംസ്കൃതിയുടെയും പേരിൽ ഈ പരിപാടിയിലേക്ക്, ഈ ഓൺലൈൻ ഇന്ററാക്റ്റീവ് സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സെഷൻ മോഡറേറ്റ് ചെയ്യുന്നത് ശാസ്ത്ര ലേഖകനും ചുങ്കത്തറ മാർത്തോമ കോളേജിലെ രസതന്ത്ര വകുപ്പ് മുൻ തലവനുമായ ഡോക്ടർ പ്രസാദ് അലക്സ് ആണ്. ഡോക്ടർ പ്രസാദ് അലക്സിനെയും ജനസംസ്കൃതിയുടെ പേരിലും സയൻസ് പീപ്പിളിന്റെ പേരിലും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ജനസംസ്കൃതിയുടെ പ്രസിഡന്റ് ശ്രീ VV ശങ്കരനാരായൺ, ജനറൽ സെക്രട്ടറി ശ്രീ PN ബാബുരാജ് എന്നിവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ സയൻസ് കൂട്ടായ്മയുടെ അംഗങ്ങൾ, ജനസംസ്കൃതിയിലെ വിവിധ അംഗങ്ങൾ, കേരളത്തിന്റെ തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കേരളത്തിൽ നിന്നും ഒക്കെ നമ്മളോട് കൂടെ ഇന്ന് ഈ ഓൺലൈൻ ഇന്ററാക്റ്റീവ് സെഷനിൽ അത്രയധികം താല്പര്യമെടുത്ത് ജോയിൻ ചെയ്ത എല്ലാവരെയും, എല്ലാ പാർട്ടിസിപ്പൻസിനെയും അതുപോലെ രക്ഷിതാക്കളെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. Thank you, Dr. Hasina. Now, I invite Mr. Baburaj, Janasamskriti Secretary, to give a brief introduction about Janasamskriti. എല്ലാവർക്കും നമസ്കാരം. ജനസംസ്കൃതി കഴിഞ്ഞ 46 വർഷക്കാലമായിട്ട് ദേശീയ തലസ്ഥാന മേഖലയിൽ പുരോഗമന സാംസ്കാരിക പ്രവർത്തനത്തിൽ ഇടപെട്ടുകൊണ്ട് കേട്ടോ, അൺമ്യൂട്ട് ചെയ്തിട്ട് ചെയ്യണേ. ഈ സാംസ്കാരിക രംഗത്ത് പ്രവർത്തനം നടത്തുമ്പോൾ തന്നെ സയന്റിഫിക് രംഗത്തും ശാസ്ത്രീയമായിട്ടുള്ള അതിൻ്റെ പ്രാധാന്യം, എല്ലാ കാലത്തും ശാസ്ത്ര സയൻസിന് പ്രാധാന്യമുണ്ടെങ്കിൽ തന്നെയും വർത്തമാനകാല സാഹചര്യത്തിൽ സയൻസിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ഘട്ടത്തിൽ ആ രംഗത്തും ജനസംസ്കൃതി അതിൻ്റെ വിവിധ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് സയൻസ് പീപ്പിളുമായിട്ട് സഹകരിച്ചുകൊണ്ട് നടത്തുന്ന ഈ ടോക്ക്. നമുക്കറിയാം, നമ്മൾ കുട്ടികളിൽ ക്രിട്ടിക്കൽ തിങ്കിങ്, സയന്റിഫിക് ടെമ്പർമെന്റ്, അതേപോലെ തന്നെ ചോദ്യം ചോദിക്കാനുള്ള കഴിവ്, ഇതൊക്കെ വളർത്തിക്കൊണ്ട് വരേണ്ട കാലഘട്ടം, അവരെ സെൽഫ് കോൺഫിഡൻസിൽ വളർത്തിക്കൊണ്ട് വരേണ്ട ഒരു കാലഘട്ടത്തിൽ ആണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് ജനസംസ്കൃതി
കഴിഞ്ഞ കാലങ്ങളിൽ നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങളും, കഴിഞ്ഞ 20 വർഷക്കാലമായി നടത്തുന്ന സർഗോത്സവങ്ങളാണെങ്കിലും അതിൽ നടത്തുന്ന നമ്മൾ ആ മത്സര ഇനങ്ങളിൽ തിരഞ്ഞെടുക്കുന്ന തീമുകൾ, ഓവറോൾ സർഗോത്സവത്തിന്റെ തീമുകൾ, അതേപോലെ തന്നെ വിവിധ ഇനങ്ങളിൽ തിരഞ്ഞെടുക്കുന്ന തീമുകൾ, അതൊക്കെ കുട്ടികളെ ആ വിഷയങ്ങളിൽ കൂടുതൽ ആലോചിക്കുന്നതിനും അവരുടെ സ്വന്തമായ ഡിസിഷൻ അവർക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിനും ഒക്കെ സഹായിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ജനസംസ്കൃതി നടത്തിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ വിവിധ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് ജനസംസ്കൃതി നടത്തുന്ന ലെക്ചർ സീരീസുകൾ, ആ ലെക്ചർ സീരീസിലും ഇത്തരം കുട്ടികൾക്ക് കൂടുതൽ വിജ്ഞാനങ്ങൾ വിവിധ മേഖലകളിൽ നൽകുന്നതിനും അതിലവർക്ക് കൂടുതൽ വിജ്ഞാനം കിട്ടുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ജനസംസ്കൃതി കാലാകാലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൊക്കെ പ്രധാനമാണ് നമ്മൾ കൃത്യമായ വിദ്യാഭ്യാസം, അവർക്ക് കൃത്യമായ എഡ്യൂക്കേഷൻ അവർക്ക് കിട്ടുക എന്നുള്ളത്, അതിനു വേണ്ടുന്ന കൃത്യമായ ഇൻഫർമേഷൻ അവർക്ക് കിട്ടുക എന്നുള്ളത്. നമ്മുടെ ഈ കാലത്തിൽ പല രീതിയിലുള്ള ഇൻഫർമേഷൻ പല മേഖലയിലൂടെ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അത് കൃത്യമായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക, ജനങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്ന് ഈ നടത്തുന്ന ഈ പരിപാടി. എന്താണ് പഠിക്കേണ്ടത്, എവിടെയാണ് പഠിക്കേണ്ടത്, ആരാണ് പഠിപ്പിക്കേണ്ടത്, ഇതൊക്കെ കുട്ടികൾക്ക് അതേപോലെ തന്നെ രക്ഷിതാക്കൾക്കും അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മോസ്റ്റ് റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടായ IIT, ഐസർ, അതേപോലെ TIFR ഇതിലെ പ്രഗത്ഭരായ വ്യക്തികൾ ഇന്ന് നമ്മളോട് സംവദിക്കുകയാണ്. ആ പരിപാടിക്ക് ജനസംസ്കൃതിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരുടെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. Thank you, Mr. Baburaj. Now I request Mr. Ramesh MV from Science People to give a brief introduction about Science People. Thank you. Science People is an initiative started by a small group of science enthusiasts in Delhi during 2018 and 2019. The aim of this initiative is to take science and temper and work against pseudoscience. In 2020, when all activities came to a standstill due to COVID, Science People naturally shifted their activities online. This group has been able to organize talks by scientists from renowned universities and scientific institutions across India and abroad. Many of them are now members of this group. In this sense, we are proud that it has become a global community. So far, we have organized 115 talks and 4 children's presentations on Zoom and Google Meet. That's totaling 119 events. Today's event is the 120th. All these are available on Science People's YouTube channel. In addition, we have had over 50 science discussions on Clubhouse. We can share our website, Facebook and YouTube links in the chat box for everyone. We will also try to inform you about upcoming programs. We will also provide a registration form, Google form, link in the chat box so that you can receive timely update about our programs. Everyone is welcome to all Science People programs. Thank you. Thank you, Mr. Ramesh. Now I request Dr. Prasad Alex to take over as moderator and go into the program directly. Thank you, Mr. Francis. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സയൻസ് പീപ്പിളിന്റെയും ജനസംസ്കൃതിയുടെയും ആഭിമുഖ്യത്തിൽ ഈ പരിപാടി സംഘടിപ്പിച്ചതിന് രണ്ടുപേരുടെയും 2 സംഘടനകളെയും ഭാരവാഹികളെ ഹാർദമായി അനുമോദിക്കുന്നു. നമ്മൾ നേരിട്ട് സെഷനിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ഡിസ്റ്റിംഗ്വിഷ്ഡ് പ്രൊഫസേഴ്സ് നമ്മളോടൊപ്പം ഉണ്ട്. ആദ്യമായി നമ്മൾ ഈ സെഷന്റെ ഓർഗനൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് ഒറ്റ മിനിറ്റ് കൊണ്ട് പറയാം. ആദ്യം 3 പ്രൊഫസേഴ്സും അവര് വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസും അവിടുത്തെ അക്കാഡമിക് ആക്ടിവിറ്റീസ് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ബ്രീഫിംഗ് തരും. എങ്ങനെയാണ് അവിടെ പ്രവേശനം എന്ന കാര്യത്തെക്കുറിച്ച്. അത് ഒരു 10 മിനിറ്റ് വീതം 3 ആളും എടുക്കുന്നതാണ്. അതിനുശേഷം ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യോത്തരം
നേരത്തെ തന്നെ തയ്യാറാക്കി അയച്ച ചോദ്യങ്ങളുണ്ട്. പലതും സമാന സ്വഭാവമുള്ളതാണ്. അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാറ്റഗറിയിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് ബഞ്ചായിട്ട് ചോദിക്കും. അത് ഞാൻ തന്നെ ചെയ്യും. അത് കൂടാതെ ഓഡിയൻസിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് അവസരം തരുന്നതാണ് ചോദിക്കാനായിട്ട്. അപ്പൊ ഏത് വിഷയമാണ് സംസാരിക്കുന്നത് ആ വിഷയത്തിൽ നിന്നുകൊണ്ട് ചോദിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. നമ്മൾ സെഷനിലേക്ക് നേരിട്ട് കിടക്കുകയാണ്. നമ്മുടെ 3 പ്രൊഫസേഴ്സ് ഇവിടെ ഉണ്ട്. പ്രൊഫസർ കനാമി സുരേശൻ, പ്രൊഫസർ പ്രദീപ് കുമാർ ആൻഡ് പ്രൊഫസർ ടി എൻ നാരായൺ. 3 പേരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. First of all, I invite Professor P. I. Pradeep Kumar from IIT Mumbai to give us a small briefing. You can take up to 10 minutes, sir. Sir, please. Okay. Thank you, Dr. Prasad. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജനറലായിട്ട് പറയാൻ പോകുന്നത് ഈ IIT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്ന അവിടെ കൂടുതലും എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ് ആണുള്ളത്, സയൻസ് പ്രോഗ്രാംസ് കുറവായിരിക്കും എന്നുള്ളത്. ആ ഒരു ധാരണ മാറ്റാൻ കൂടിയാണ് ഞാൻ ഈ ബ്രീഫിംഗ് ചെയ്യാൻ പോകുന്നത്. IIT-കളിൽ എല്ലാ മേജർ IIT-കളിലും ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള IIT-കളിലും സയൻസ് ഡിപ്പാർട്ട്മെന്റ്സ് വളരെ വളരെ ആക്റ്റീവാണ്. ഇപ്പം IIT ബോംബെയെ സംബന്ധിച്ചിടത്തോളം കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, എൻവയറമെന്റൽ സയൻസ്, ജിയോളജി, ഈ എല്ലാ മേഖലകളിലും സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അതിൽ കെമിസ്ട്രി ഒരു വലിയ ഡിപ്പാർട്ട്മെന്റ് ആണ്, 40 ഫാക്കൽറ്റി മെമ്പേഴ്സ്. ഫിസിക്സ് ഈസ് ഈക്വലി ബിഗ്. സോ ഇവിടെയുള്ള പ്രോഗ്രാംസ് പറയുകയാണെങ്കിൽ ഇതൊരു ജനറൽ ആയിട്ടുള്ള ഇത് IIT ബോംബെ സ്പെസിഫിക് അല്ല, ഒരു ജനറൽ ഓവർവ്യൂ ആണ് ഞാൻ പറയുന്നത്. ഈ ഇവിടെയൊക്കെ BS പ്രോഗ്രാംസ് ഉണ്ട്, ബാച്ചുലർ ഓഫ് സയൻസ്. ഇത് 4-year BS ഡിഗ്രി ഇൻ കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രി. ചില സബ്ജക്റ്റുകളിൽ ഈ 4-year BS പ്രോഗ്രാം കാണില്ല, ചിലതിൽ കാണും. ആക്ച്വലി കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലും മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലും ഈ BS പ്രോഗ്രാം ഉണ്ട്. അത് 4-year ലാണ് എൻട്രി കൊടുക്കുന്നത്. അതിപ്പം IIT ബോംബെയുടെ അഡ്മിഷൻ ത്രൂ JEE അഡ്വാൻസ്ഡ് ആണ്. പക്ഷെ എല്ലാ IIT-കളും അങ്ങനെയല്ല പോകുന്നത്. ഇപ്പൊ IIT മദ്രാസ് ഇപ്പൊ കഴിഞ്ഞ വർഷം BS കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവര് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുന്നതാണ് സ്റ്റുഡൻസിനെ അഡ്മിറ്റ് ചെയ്തത്. ഇപ്പം ഈ വർഷം മുതൽ പുതിയ IIT ധാർവാഡ് ഈ BS പ്രോഗ്രാംസ് റീസ്ട്രക്ചർ ചെയ്ത് റീലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് പ്ലാൻ ചെയ്തിരുന്നത് അവർ സെൻട്രൽ യൂണിവേഴ്സിറ്റി ടെസ്റ്റ് ചെയ്യുന്നതാണ് സ്റ്റുഡൻസിനെ എടുക്കാൻ താല്പര്യം. സോ അതുകൊണ്ട് ഓരോ IIT-കളിലും റിക്വയർമെന്റ്സ് അക്കാഡമിക്, ഈച്ച് IITs ആർ ഇൻഡിപെൻഡന്റ് യൂണിവേഴ്സിറ്റീസ്. ദേ ഹാവ് ദെയർ ഓൺ സെപ്പറേറ്റ് റൂൾസ് ആൻഡ് സെപ്പറേറ്റ് ക്രൈറ്റീരിയ ഫോർ അഡ്മിഷൻ. അപ്പോൾ അവർ അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇതിലൊക്കെ പ്രോഗ്രാംസിൽ താല്പര്യമുള്ള ആളുകൾ JEE അഡ്വാൻസ്ഡ് മാത്രമല്ല ഒരു ഓപ്ഷൻ എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ അവരെ വെബ്സൈറ്റിൽ കയറി ഈ പ്രോഗ്രാംസിനെ കുറിച്ച്, അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിനെ കുറിച്ച് നോക്കുക. പിന്നെ ഈ 4-year പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു 1 year എക്സ്ട്രാ കൂടെ ചെയ്താൽ BS MS ഡിഗ്രി, ഡ്യുവൽ ഡിഗ്രി കിട്ടാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. അതൊരു പ്രോഗ്രാം. രണ്ടാമത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് 2-year MSc പ്രോഗ്രാം. 2-year MSc പ്രോഗ്രാം ഇപ്പൊ 3-year BSc കഴിഞ്ഞ സ്റ്റുഡൻസ്, ഇപ്പൊ NEP-ലാണെങ്കിലും 3-year, third year there is an exit option to get a BSc ഡിഗ്രി. അവർക്ക് ഈ JAM എന്ന് പറയുന്ന ജോയിന്റ് അഡ്മിഷൻ ഫോർ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ IIT-കൾ നടത്തുന്ന ഒരു എക്സാം ഉണ്ട്. ആ JAM ക്ലിയർ ചെയ്താൽ ഈ പ്രോഗ്രാമിൽ ഡയറക്റ്റ് ആയിട്ട് അഡ്മിഷൻ. ഒരു ഇന്റർവ്യൂ ഇല്ല, ടെസ്റ്റും ജസ്റ്റ് ഒരു ടെസ്റ്റ് മാത്രമാണ് ഈ JAM-ലുള്ളത്. അത് 4 semester പ്രോഗ്രാം. അതിലൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഈ ലാസ്റ്റ് 2 semesters lot of research you can do. Actually you will start doing the project in the മൂന്നാമത്തെ സെമസ്റ്ററിൽ ആദ്യത്തെ തൊട്ട് തന്നെ റിസർച്ച് പ്രോജക്ട്സ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ 4ാമത്തെ സെമസ്റ്റർ കൂടുതലും കോഴ്സസ് ഒക്കെ വളരെ കുറവായിരിക്കും, റിസർച്ചിലായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അതിൽ ഈ JAM-ൽ കൂടെ തന്നെ ചില IIT-കളിൽ ഇന്റഗ്രേറ്റഡ് MSc PhD പ്രോഗ്രാമിലും അഡ്മിറ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ കെമിസ്ട്രിയിൽ തന്നെ ഇന്റഗ്രേറ്റഡ് MSc PhD അല്ലെങ്കിൽ MSc 2-year MSc അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് PhD പ്രോഗ്രാമിലും ചില സബ്ജക്റ്റുകളിൽ അഡ്മിറ്റ് ചെയ്യാറുണ്ട്. അത് നിങ്ങൾ ഒരു ഓപ്ഷൻ. അവർക്ക് അവിടെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ CSIR നെറ്റ് JRF ഒന്നും വേണ്ട, ഡയറക്റ്റ് ആയിട്ട് അവർക്ക് PhD കണ്ടിന്യൂ ചെയ്യാം. ആക്ച്വലി ഈ MSc-യിൽ JAM-ൽ കൂടെ അഡ്മിറ്റ് ചെയ്ത സ്റ്റുഡൻസ്. പിന്നെ ഉള്ള മെയിൻ പ്രോഗ്രാം PhD പ്രോഗ്രാം. PhD പ്രോഗ്രാം വളരെ ആക്റ്റീവ്, എല്ലാ IIT-കളും വളരെ ആക്റ്റീവ് പ്രോഗ്രാമാണ്. 4 to 5 years. അത് ആഫ്റ്റർ MSc എല്ലാ IIT-കളിലും വലിയ ഡിപ്പാർട്ട്മെന്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ ഏരിയാസ് ഓഫ് സയൻസ്
ആർ വെൽ റെപ്രസെന്റഡ്. എല്ലാ ഏരിയസും ഇപ്പൊ കെമിസ്ട്രിയിൽ തന്നെ എടുത്ത എല്ലാ ഏരിയ ഓഫ് കെമിസ്ട്രിയും ഓരോ IIT-കളിലും എസ്റ്റാബ്ലിഷ്ഡ് ഓൾഡ് IITസിൽ റെപ്രസെന്റേഷൻ ഉണ്ട്. തിയററ്റിക്കൽ കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, കെമിക്കൽ ബയോളജി, ആ രീതിയിൽ ഏത് സബ്ജക്ട് എടുത്താലും ഏത് ഏരിയ എടുത്താലും നിങ്ങൾക്ക് അങ്ങനെയുള്ള റിസർച്ച്. അതുപോലെ തന്നെയാണ് ഫിസിക്സിലും മാത്തമാറ്റിക്സിലും എൻവയറമെന്റൽ സയൻസിലും ജിയോളജിയിലും വരുന്നത്. പിന്നെ ഉള്ളത് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം. ഇന്റേൺഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ BSc സ്റ്റുഡൻസ്, MSc സ്റ്റുഡൻസിന്റെ നിങ്ങൾക്ക് മാൻഡേറ്ററി ഇന്റേൺഷിപ്പ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പക്ഷെ അതും ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും വ്യത്യാസമാണ്, ഓരോ IIT-കളിലും വ്യത്യാസമാണ്. IIT ബോംബെ ഇന്റേൺഷിപ്പ് അതൊരു പെയ്ഡ് ഇന്റേൺഷിപ്പ് ആണ്. അവരൊരു ഫീ ചാർജ് ചെയ്യും. അത് ആ ഫീ പേ ചെയ്താൽ മാത്രമേ എടുക്കൂ. അതിന്റെ രണ്ട് രീതിയിൽ അതിന് അഡ്മിഷൻ ഉണ്ട്. ഒന്ന് ഒരു ഓർഗനൈസ്ഡ് പ്രോഗ്രാം ഉണ്ട്, IIT അഡ്വർടൈസ് ചെയ്ത് റൺ ചെയ്യുന്ന പ്രോഗ്രാം. അത് സെക്കൻഡ് ഇയർ MSc സ്റ്റുഡൻസിന്റെ ലാസ്റ്റ് സെമസ്റ്റർ ദാറ്റ് മീൻസ് 4th സെമസ്റ്റർ അവർ കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കണം, ഒരു കോഴ്സും കാണരുത്. എന്നാൽ അവർക്ക് വന്ന് ഇവിടെ പ്രോജക്റ്റ് ചെയ്യാം, ഇന്റേൺ ആയിട്ട് വന്ന് MSc പ്രോജക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ പ്രോജക്റ്റ് ചെയ്യണമെങ്കിൽ വേറെ പ്രൊഫസേഴ്സിനെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ട് you can also pay the fee and do the project. അത് വേറെ IIT-കളിൽ വ്യത്യാസമല്ല. ചില IIT-കളിൽ ഫീ ഒന്നും ബാധകമല്ല, അപ്പൊ അവർ ഫീ ഒന്നും വാങ്ങിക്കാറില്ല. പിന്നെ ഷോർട്ട് ടേം ഇന്റേൺഷിപ്പ്, സമ്മർ ഇന്റേൺഷിപ്പ്, ഇപ്പം മെയ് ജൂൺ 2 month ഇന്റേൺഷിപ്പ് എന്നും പറഞ്ഞ് അങ്ങനെ ഒരു ഓപ്ഷൻസും ഉണ്ട്. അത് ഡയറക്റ്റ് ആയിട്ട് പ്രൊഫസേഴ്സിനെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസസ് ഒരു ഓർഗനൈസ്ഡ് പ്രോഗ്രാം ഉണ്ട്. എവരി ഇയർ അവർ അഡ്വർടൈസ്മെന്റ് വിളിക്കും നവംബർ സമയത്ത്. അതിൽ കൂടെ അപ്ലൈ ചെയ്ത്, അത് കോളേജ് സ്റ്റുഡൻസിനാണ് കൂടുതൽ അവർ പ്രിഫറൻസ് കൊടുക്കുന്നത്. കോളേജ്, യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന്. IIT IISER സ്റ്റുഡൻസിന് അവർ പ്രിഫർ ചെയ്യാറില്ല. അതുവഴി IIT-ലും IISER-ലും ഒക്കെ ഇന്റേൺ ചെയ്യാൻ പറ്റും. ഇതാണ് എസ്റ്റാബ്ലിഷ്ഡ് പ്രോഗ്രാം എന്നുള്ളത്. പിന്നെ പറയാനുള്ളത് വാട്ട് ആർ ദ അഡ്വാൻറ്റേജ് കമ്മിങ് ടു ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതെന്ന് വെച്ചാൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ വെൽ ഫണ്ടഡ് ആൻഡ് ഓൾസോ ദെർഫോർ വെൽ എക്യുപ്ഡ് ആൻഡ് ടീച്ചേഴ്സ് ആർ വെരി വെൽ ക്വാളിഫൈഡ്. ആക്ച്വലി എല്ലാവരും ആക്റ്റീവ് റിസർച്ചേഴ്സ് ആണ്. അപ്പൊ എല്ലാവർക്കും അവരുടേതായ ലാബുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഇങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്ന് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്താണ് റിസർച്ച്, ഇപ്പൊ നിങ്ങളിപ്പം എല്ലാവരും റിസർച്ച് ചെയ്യുന്ന MSc-ക്ക് റിസർച്ച് ചെയ്യുന്ന ഒരു PhD-ക്ക് പോകണമെന്നല്ല ഞാൻ പറയുന്നത്. ഇഫ് യു ഹാവ് ഫ്ലേവർ യു ക്യാൻ ഗെറ്റ് ഇൻ ടു ദാറ്റ്. അല്ലെങ്കിലും നിങ്ങൾ MSc-ക്ക് ഒരു റിസർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹൗ ടു ആസ്ക് എ ക്വസ്റ്റ്യൻ, ഹൗ ടു ഫോർമുലേറ്റ് എ ഹൈപ്പോത്തിസിസ്, നിങ്ങൾ ഏത് ഫീൽഡിൽ പോയാലും ഇങ്ങനെയുള്ള ഒരു എക്സ്പോഷർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് പിന്നെ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഫെസിലിറ്റീസ് യു ക്യാൻ ആക്സസ്. ഏത് മിഷൻസ് വേണോ യൂസ് ചെയ്യാം. ലോകത്തിലുള്ള ഏത് രീതിയിലുള്ള റിസർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഈ സിസ്റ്റത്തിലുണ്ട്. അതുകൊണ്ട് വളരെ നിങ്ങൾക്ക് വളരെ ബെനിഫിറ്റ് ആയിരിക്കും ഫ്യൂച്ചർ കരിയറിൽ. ഈ ഫീൽഡിൽ തന്നെ നിൽക്കുന്നവർക്ക് വളരെ ബെനിഫിറ്റ് ആയിരിക്കും. മറ്റേ ഫീൽഡിലോട്ട് പോകുന്നവർക്ക് വേറെ രീതിയിലുള്ള ഒരു എക്സ്പോഷർ, ഒരു ഓവറോൾ ഡെവലപ്മെന്റ് നിങ്ങൾക്ക് കിട്ടും. അതാണ് എനിക്ക് ബ്രീഫായിട്ട് പറയാനുള്ളത്. താങ്ക് യു സർ. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതിനോടനുബന്ധിച്ച് സംശയങ്ങൾ ഉണ്ടെങ്കിൽ മനസ്സിൽ കരുതി വെക്കുക. അടുത്തതായി നെക്സ്റ്റ് ഐ ഇൻവൈറ്റ് പ്രൊഫസർ കനാം സുരേശൻ ഫ്രം IISER Trivandrum to give us a briefing on IISERs and IISER Trivandrum in particular. Sure. Thank you. ഞാൻ മലയാളത്തിൽ പറയാമെന്ന് വിചാരിക്കുന്നു. മലയാളം അറിയാത്തവരുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ആർക്കെങ്കിലും മലയാളം മനസ്സിലായെങ്കിൽ ഇംഗ്ലീഷിലേക്ക് മാറ്റാം. ഇപ്പോൾ പ്രദീപ് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ ഈ പ്രോഗ്രാംസ്. നമ്മുടെ ആദ്യത്തെ, അതായത് നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ BSMS ഡിഗ്രിയാണ്. അതായത് ഡ്യുവൽ ഡിഗ്രി 5 വർഷത്തെ കോഴ്സ് ആഫ്റ്റർ +2. അത് നമ്മൾ എടുക്കുന്നത് IIT ചെയ്യുന്നതല്ല. മുന്നേ ഒക്കെ IIT ചെയ്യുന്നു എടുക്കുമായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ നമ്മുടേതായ എക്സാം മാത്രം, അതായത് IAT IISER ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അതുവഴി പാസ്സായ കുട്ടികളെയാണ് ഇതിലേക്ക് എടുക്കുന്നത്. എല്ലാ IISER-ലും 7 IISER-കളാണ് ഇന്ത്യയിലുള്ളത്. ഏകദേശം 2400 സീറ്റ് അവൈലബിൾ ആണ് ഈ എല്ലാ IISER-ലും കൂടിയിട്ട് ഈ BSMS പ്രോഗ്രാമിന്. ജൂൺ 7-നാണ് പരീക്ഷ നടക്കാൻ പോകുന്നത് ഈ വർഷത്തെ. നാളെയാണ് ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ്. നാളെ 11:55 ആണ് ലാസ്റ്റ് ടൈം ഓഫ് ആപ്ലിക്കേഷൻ. അപ്പോൾ
ഇത് പരീക്ഷ 4 വിഷയം ഉണ്ടാവും: ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആൻഡ് ബയോളജി. ഓരോ വിഷയത്തിൽ നിന്നും 15 ക്വസ്റ്റ്യൻ വീതം 60 ക്വസ്റ്റ്യൻ ആണ് ഈ പരീക്ഷയിൽ ഉണ്ടാവുക, ഈ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ. ഓരോ റൈറ്റ് ആൻസറിന് 4 മാർക്കും റോങ് ആൻസറിന് -1 മാർക്കും, അങ്ങനെ 240 മാർക്ക് ഇടുന്നത്. അത് വെച്ചിട്ടാണ് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ. മറ്റേ അതിൻ്റെ കോഴ്സിൻ്റെ സ്ട്രക്ചറൊക്കെ പ്രദീപ് ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെയാണ്. ആദ്യത്തെ 1.5 വർഷം എല്ലാ വിഷയവും, ഈ 4 വിഷയവും പഠിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി പഠിക്കണം. അതിൽ 3-ാമത്തെ സെമസ്റ്റർ, അതായത് 1.5 വർഷം ആകുമ്പോൾ, ഒരു വിഷയം അവർക്കുള്ള, അതായത് ഇഷ്ടമുള്ള 1-2 വിഷയങ്ങൾ. ഇപ്പം ഒരു കുട്ടിക്ക് ഫിസിക്സോ കെമിസ്ട്രിയോ മേജർ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ വിഷയങ്ങളിലെ ഓരോ അഡീഷണൽ കോഴ്സ് കൂടി എടുക്കാം. അതിന് പകരമായിട്ട് അവർക്ക് ഇഷ്ടമില്ലാതെ ഒരു കോഴ്സ് ഡ്രോപ്പ് ചെയ്യാം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പ്രീ മേജർ എന്ന് പറയും. മേജറിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രീ മേജർ എന്നൊരു സെമസ്റ്ററാണ് 3-ാമത്തെ സെമസ്റ്റർ. അതായത് ഒരു കുട്ടിക്ക് കെമിസ്ട്രിയാണ് ഇഷ്ടമെങ്കിൽ 2 കെമിസ്ട്രി കോഴ്സ് എടുക്കാം, ബയോളജി കോഴ്സ് വേണമെങ്കിൽ ഒഴിവാക്കാം, അല്ലെങ്കിൽ വേറെ ഏത് കോഴ്സ് വേണമെങ്കിലും ഒഴിവാക്കാം. അങ്ങനെയുള്ളൊരു ഓപ്ഷനാണ്. അത് ഐസർ ട്രിവാൻഡ്രത്തുള്ള ഒരു സ്ട്രക്ചറാണ്. ഈ ചെറിയ സ്ട്രക്ചറൽ വേരിയേഷൻസ് ഒക്കെ മറ്റു ഐസറിൽ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ചില ഐസറിൽ ഇപ്പോൾ 2 സെമസ്റ്റർ മാത്രമേ ഈ ബേസിക് കോഴ്സുകളൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഐസർ ഭോപ്പാലിലൊക്കെ അങ്ങനെയാണ്. 3-ാമത്തെ സെമസ്റ്റർ മുതൽ മേജറിലേക്ക് പോവുകയാണ്. നമ്മുടേത് ശരിക്കും മേജറിലേക്ക് പോകുന്നത് 4-ാമത്തെ സെമസ്റ്റർ മുതലാണ്, 1.5 വർഷം കഴിഞ്ഞ ശേഷം. പിന്നെ 4 വർഷം വരെ കംപ്ലീറ്റ് തിയറി ബേസ്ഡ് ആയിരിക്കും. ഓഫ് കോഴ്സ് പ്രാക്ടിക്കൽസ് ഉണ്ടാവും. പ്രാക്ടിക്കൽസ് ആസ് പാർട്ട് ഓഫ് കരിക്കുലമാണ്. പിന്നെ സമ്മർ ഇന്റേൺഷിപ്പിന് കുട്ടികൾ ഐസറിൽ തന്നെ ചെയ്യും, ചിലപ്പോഴും മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകും. യൂഷ്വലി ആരും വെറുതെ ലീവ് എടുത്ത് വീട്ടിൽ പോയി നിൽക്കാറില്ല. മാക്സിമം 10-15 ദിവസം മാത്രമേ കുട്ടികൾ ലീവ് എടുത്ത് വീട്ടിൽ പോകാറുള്ളൂ. മറ്റുള്ള സമയങ്ങളൊക്കെ മറ്റ് ഐസറുകളിലേക്കോ അല്ലെങ്കിൽ IIT-യിലേക്കോ ഇന്റേൺഷിപ്പിന് പോകും. അതായത് 1-ാം വർഷം മുതൽ തന്നെ, BSc-യുടെ 1-ാം തന്നെ കുട്ടികളെ റിസർച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ 4 വർഷം കഴിഞ്ഞ് വേണമെങ്കിൽ എക്സിറ്റ് അടിച്ചാൽ BSc ഡിഗ്രി മാത്രമാണ് കിട്ടുന്നത്. അത് നേരത്തെ പ്രൊഫസർ പ്രദീപ് പറഞ്ഞ പോലെ തന്നെയാണ്. 5 വർഷം കംപ്ലീറ്റ് ചെയ്താൽ 5-ാമത്തെ വർഷം ഫുള്ളി റിസർച്ചാണ്, മാസ്റ്റർ ഡിഗ്രിയാണ് കിട്ടുന്നത്, BSMS ഡ്യുവൽ ഡിഗ്രിയാണ് കിട്ടുന്നത്. ഇതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. 2-ാമത്തെ എൻട്രി അഗെയിൻ മാസ്റ്റേഴ്സ് ആണ്. 2 വർഷത്തെ മാസ്റ്റേഴ്സ് കോഴ്സാണ്. അതിന് നമ്മുടേതായ എൻട്രൻസ് ഉണ്ട്. അഗെയിൻ ഐസർ തിരുവനന്തപുരം നടത്തുന്ന എൻട്രൻസ്. ഇതിപ്പോൾ എല്ലാ ഐസറിലും ഈ മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഇല്ല, ചില ഐസറുകളിലുണ്ട്. അപ്പോൾ ഐസർ ട്രിവാൻഡ്രത്ത് ഇതുണ്ട്. അപ്പോൾ നമ്മൾ നടത്തുന്ന ഒരു ഓഫ്ലൈൻ പരീക്ഷയാണ്. ഓഫ്ലൈൻ പരീക്ഷ, അതിൽ ആർക്കാണ് നല്ല റാങ്ക്, ആ റാങ്ക് ലിസ്റ്റ് ബേസ്ഡ് ആണ് കുട്ടികൾ എടുക്കുന്നത്. പിന്നെ ഇൻ്റഗ്രേറ്റഡ് PhD ഉണ്ട്. അത് ഓഫ് കോഴ്സ് അതിന് ഫെലോഷിപ്പ് കിട്ടും, മാസ്റ്റേഴ്സിന് ഫെലോഷിപ്പ് കിട്ടില്ല എന്നുള്ളതാണ് വ്യത്യാസം. അത് ഇൻ്റഗ്രേറ്റഡ് PhD എന്ന് വെച്ചാൽ മാസ്റ്റേഴ്സും PhD-യും ഒന്നിച്ച് ഉള്ളതാണ്. ഏകദേശം 7 വർഷമാണ് അതിൻ്റെ കാലാവധി. യൂഷ്വലി 2 വർഷം മാസ്റ്റേഴ്സിനും ബാക്കി 5 വർഷം PhD-ക്കും എന്ന രീതിയിൽ. പക്ഷെ മാസ്റ്റേഴ്സ് മുതൽ തന്നെ ഇതിന് ഫെലോഷിപ്പ് കിട്ടിക്കൊണ്ടിരിക്കും. അതിനുള്ള എൻട്രി എഗെയിൻ നമ്മുടെ തന്നെ എക്സാമാണ്. പ്ലസ് ജാമിനെ കുറിച്ച് ഓൾറെഡി പ്രൊഫസർ പ്രദീപ് പറഞ്ഞു കഴിഞ്ഞു. ആ ജാം പാസ്സായ കുട്ടികൾക്കും, നല്ല റാങ്കോടുകൂടി പാസ്സായ കുട്ടികൾക്കും ഡയറക്റ്റ് ഈ IPHD-ക്ക് വരാം. പക്ഷേ പ്രൊവൈഡഡ് ദേ ഷുഡ് പാസ് അവർ ഇന്റർവ്യൂ ഉണ്ട് 2 പേർക്കും. നമ്മുടെ പരീക്ഷ എഴുതിയ കുട്ടികൾക്കും, അതായത് ഐസറിൻ്റെ പരീക്ഷ എഴുതിയ കുട്ടികൾക്കും, അതുപോലെ ജാം ക്ലിയർ ചെയ്ത കുട്ടികൾക്കും ഇന്റർവ്യൂ പാസ്സായാൽ മാത്രമേ ഇൻ്റഗ്രേറ്റഡ് PhD-യിൽ എടുക്കാറുള്ളൂ. പിന്നെ അടുത്ത എൻട്രി പോയിന്റ് എന്താണെന്ന് വെച്ചാൽ PhD-ആണ്. ആഫ്റ്റർ മാസ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് PhD-ക്ക് വരാം. യൂഷ്വലി എടുക്കുന്നത് CSIR അല്ലെങ്കിൽ UGC JRF ഉള്ള കുട്ടികളെയാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. എന്നിരുന്നാലും ഗേറ്റ് നല്ല പെർസെൻറ്റൈലോട് കൂടി പാസ്സായ കുട്ടികളെയും എടുക്കാറുണ്ട്. 90% ആൻഡ് എബോവ് ഉള്ള കുട്ടികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാറുണ്ട്. ഇന്റർവ്യൂവിൽ പെർഫോമൻസ് വെച്ചിട്ടാണ് ഫൈനലി എടുക്കുന്നത്. പിന്നെ ഈ ഫസ്റ്റ് റാങ്കിന് ഈച്ച് MSc ഓരോ യൂണിവേഴ്സിറ്റിയിലുള്ള ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സിന് അവർക്ക് ഈ ഇൻസ്പയർ ഫെലോഷിപ്പ് കിട്ടും. അവർക്കും ഈ പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാം. പക്ഷെ ഒരു കണ്ടീഷണൽ എൻട്രിയാണ് കൊടുക്കുന്നത്. അത് ഫൈനലി DST അപ്രൂവ് ചെയ്താൽ മാത്രമേ, അവരുടെ പൈസ ഇങ്ങോട്ട് വന്നാൽ മാത്രമേ അത് ഫോർമലി എൻറോൾഡ് ആവുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയും ഒരു പോസിബിലിറ്റീസ് ഉണ്ട് കയറാൻ വേണ്ടിയിട്ട്. ഇത്രയാണ് ഉള്ളത്. മറ്റ് ഇന്റേൺഷിപ്പൊക്കെ പ്രദീപ് പറഞ്ഞതുപോലെ തന്നെയാണ്. നമുക്ക് പൈസ വാങ്ങിക്കാറില്ല, ഫ്രീ ആണ്. പക്ഷേ വളരെ കോമ്പറ്റീറ്റീവാണ്. യൂഷ്വലി 1 വർഷം മുന്നേ തന്നെ കുട്ടികൾ അപ്രോച്ച് ചെയ്യും ഓരോ ഫാക്കൽറ്റിയെ. അപ്പോൾ യൂഷ്വലി 1 വർഷം മുന്നേ തന്നെ ഫിൽ ആവാറുണ്ട് ഈ പൊസിഷൻസൊക്കെ.
യൂഷ്വലി പ്രിഫർ ചെയ്യുന്ന 3 മാസം അതിൽ കൂടുതലുള്ള ഇന്റേൺഷിപ്പാണ്. അതിൽ താഴെയുള്ള ഇന്റേൺഷിപ്പ് യൂഷ്വലി ആരും പ്രിഫർ ചെയ്യാറില്ല. ഇത്രയാണ് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടാകുമെങ്കിൽ ആ സമയത്ത് നമുക്ക് സംസാരിക്കാം. സാർ മ്യൂട്ടാണ്, പ്രസാദ് സാർ മ്യൂട്ടാണ്. Thank you, sir. We had a good briefing regarding ICER. ഇനി സംശയം ഉണ്ടെങ്കിൽ പിന്നീട് നമുക്ക് അതേക്കുറിച്ച് ചോദിക്കാവുന്നതാണ്. അടുത്തതായിട്ട് പ്രൊഫസർ ടി എൻ നാരായണൻ ഫ്രം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, ഹൈദരാബാദ്. സർ പ്ലീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച്. താങ്ക് യു ഡോക്ടർ പ്രസാദ് അലക്സ്. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ജനസംസ്കൃതിയും സയൻസ് പീപ്പിളുടെയും ഈ പ്ലാറ്റ്ഫോമിലേക്ക് വീണ്ടും വരാൻ സാധിച്ചതിൽ എന്റെ സന്തോഷം അറിയിക്കുന്നു. അപ്പൊ ഞാൻ ചെറിയൊരു പ്രസന്റേഷൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് കൂടുതൽ TIFR-നെ കുറിച്ച് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് എല്ലാവർക്കും കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ TIFR-നെ കുറിച്ച് ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. കാരണം പലരുടെയും സംശയം ഇത് ടാറ്റയുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ TIFR എന്ന് പറഞ്ഞത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ഒരു ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അതിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയാണ്. അത് ഒരു ഡീപ് ടു ബി യൂണിവേഴ്സിറ്റിയാണ്. അത് സ്റ്റാർട്ട് ചെയ്തത് ഹോമി ജഹാംഗീർ ഭാവെയാണ് ഇൻ 1945. അദ്ദേഹമാണ് വിത്തിൻ IISc അകത്താണ് തുടങ്ങിയത്. ആ വർഷം തന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരു ക്രീം സ്ഥലം, ഒരു ലൊക്കേഷൻ ബോംബെയിൽ കണ്ടുപിടിച്ച് കൊളാബ എന്നുള്ള ബോംബെയുടെ സദേൺ ടിപ്പില് ആണ് ഇത് ഒരു ക്യാമ്പസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ബോംബെയിൽ പിന്നെ ഓവർ ദ ഇയേഴ്സ് പലതരത്തിലുള്ള ഡെവലപ്മെന്റ്സ് ഈ TIFR-ൽ ഉണ്ടായി. ബ്രാഞ്ച് ഔട്ട് ചെയ്തു, ഡിഫറെന്റ് സെന്റേഴ്സ് ബ്രാഞ്ച് ഔട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത് ഒരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അണ്ടർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി കീഴിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ അപ്പൊ മാത്രമല്ല ഇതിന്റെ ക്രീം മെസ്സേജ് എന്തായിരുന്നു, ഇനീഷ്യൽ മോട്ടോ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ സയൻസ് വളരെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ ഫണ്ടമെന്റൽ സയൻസിനെ എങ്ങനെ ഇന്ത്യയിൽ കൊണ്ടുവരാം, അത് പലതരത്തില് നമ്മുടെ ടെക്നോളജിയെ ഹെൽപ്പ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ഡിജിറ്റൽ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത TIFR-ന്റെ ഇനീഷ്യേറ്റീവിലാണ്. GMRT എന്ന് പറഞ്ഞ ജൈൻ മീറ്റർ റേഡിയോ ടെലസ്കോപ്പ് ഇനീഷ്യേറ്റ് ചെയ്തു. ISRO, BARC തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്തത് TIFR-ന്റെ അകത്താണ്. LIGO പ്രോഗ്രാം തുടങ്ങിയ വേരിയസ് നാഷണൽ ഇനീഷ്യേറ്റീവ്സ് വന്നത് TIFR-ന്റെ അകത്തുനിന്നാണ്. അപ്പോ അതില് മെയിൻ സെന്റർ മുംബൈയാണ്, കൊളാബ എന്നുള്ള ക്യാമ്പസിലാണ്. അവിടെ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. കെമിക്കൽ സയൻസ്, ബയോളജിക്കൽ സയൻസ്, ആൾമോസ്റ്റ് എല്ലാം തിയററ്റിക്കൽ ആൻഡ് എക്സ്പെരിമെന്റൽ ബ്രാഞ്ചസ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. മാത്തമാറ്റിക്സ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ്, ടെക്നോളജി ഉണ്ട്. അതിന്റെ തന്നെ TIFR-ന്റെ ഭാഗമാണ് ഹോമി ബാബ സെന്റർ ഫോർ സയൻസ് എഡ്യൂക്കേഷൻ. സയൻസ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ട്രെയിനിങ്ങും റിസർച്ച് നടക്കുന്ന പലതരത്തിലുള്ള സയൻസ് എഡ്യൂക്കേഷനെ കുറിച്ചുള്ള റിസർച്ച് നടക്കുന്ന ഒരു TIFR-ന്റെ കീഴിലുള്ള ഒരു സെന്ററാണ് ഹോമി ബാബ സെന്റർ ഫോർ സയൻസ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. അപ്പോൾ പിന്നെ വേരിയസ് ഫീൽഡ് സ്റ്റേഷൻസ് ഉണ്ട്. ഈ ഫീൽഡ് സ്റ്റേഷൻസ് ഒന്നും അക്കാദമിക്കലി ലിങ്ക്ഡ് അല്ല. പല റിസർച്ചേഴ്സ് ഈ സെന്റേഴ്സിലുള്ള റിസർച്ചേഴ്സുമായിട്ട് ഡയറക്ട്ലി കണക്ട് ചെയ്തിട്ടുള്ള ഫീൽഡ് സ്റ്റേഷൻസ് ആണ്. പക്ഷേ വേരിയസ് അതർ അക്കാദമിക് സെന്റേഴ്സ്, ദർ ആർ 7 other academic centers for TIFR. അതിൽ ഒന്ന് മുംബൈയിലുണ്ട്. മുംബൈയിൽ 2 എണ്ണം ഉണ്ട്. TIFR-ന്റെ മെയിൻ ക്യാമ്പസ് കൂടാതെ ഹോമി ബാബ സെന്റർ ഫോർ സയൻസ് എഡ്യൂക്കേഷൻ. ഹൈദരാബാദിലുണ്ട്, പൂനെയിലുണ്ട്, ബാംഗ്ലൂരിലുണ്ട്. ബാംഗ്ലൂരിൽ തന്നെ 3 ഡിഫറെന്റ് സെന്റേഴ്സ് ഉണ്ട്. അപ്പോൾ TIFR-ന്റെ വേരിയസ് സെന്റേഴ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ TIFR മുംബൈ ക്യാമ്പസ്, നാഷണൽ സെന്റർ ഫോർ ബയോളജിക്കൽ സയൻസസ് ബാംഗ്ലൂരിലുള്ളത്, ICTS ബാംഗ്ലൂരിലുള്ള ഇന്റർനാഷണൽ സെന്റർ ഫോർ തിയററ്റിക്കൽ സയൻസ് ബാംഗ്ലൂർ, സെന്റർ ഫോർ അപ്ലിക്കബിൾ മാത്തമാറ്റിക്സ് ബാംഗ്ലൂരിൽ, NCRA നാഷണൽ സെന്റർ ഫോർ റേഡിയോ അസ്ട്രോണമി പൂനെയിലുള്ളത്, ഹോമി ബാബ സെന്റർ ഫോർ സയൻസ് എഡ്യൂക്കേഷൻ മുംബൈയിലുള്ളത്. പിന്നെ TIFR-ന്റെ ലേറ്റസ്റ്റ് അഡീഷൻ ആണ് TIFR ഹൈദരാബാദിലുള്ള ഈ ക്യാമ്പസ്. അപ്പോൾ ഹൈദരാബാദില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ തന്നെ ഒരു ചോദ്യം ഇതിൽ പ്ലാറ്റ്ഫോമിൽ വന്നത് എന്താണ് ഇന്റർഡിസിപ്ലിനറി സയൻസ്. ആദ്യം ഞാൻ ബോംബെയിലെ സ്ട്രക്ചർ കാണിച്ചു. ബോംബെയിലെ സ്ട്രക്ചർ ഡിപ്പാർട്ട്മെന്റ് സ്ട്രക്ചർ ആണ്. TIFR-ലേക്ക് വരുമ്പോഴും അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്ട്രക്ചർ ഇല്ല. ഇവിടെ 3 ഡിഫറെന്റ് തീംസ് ആണ്. ലൈഫ്, ലൈറ്റ്, മാറ്റർ എന്ന് പറഞ്ഞ 3 ഡിഫറെന്റ് തീംസിന് അടിസ്ഥാനമായിട്ടുള്ള റിസർച്ച് ആണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, എൻട്രി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നുള്ള 3 സ്ട്രീം എന്നുള്ള സ്റ്റുഡൻസിനെ ആണെങ്കിൽ കൂടി, അപ്ലൈഡ് മാത്തമാറ്റിക്സ് എന്നുള്ള 3 ഡിഫറെന്റ് സ്ട്രീംസ് എന്നുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ കൂടി, വൺസ് അവർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ
അവർക്ക് ഡിഫറെന്റ് ഡൊമൈൻസ് ഓഫ് ദെയർ ഇൻട്രസ്റ്റ് എടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു ഫിസിക്സ് സ്റ്റുഡന്റിന്റെ കോർ ഫിസിക്സ് ആയിട്ട് അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റഡീസ് നടത്തിയ ഒരാൾക്ക് കംപ്ലീറ്റ്ലി സ്വിച്ച് ചെയ്തിട്ട് ബയോളജി അല്ലെങ്കിൽ കെമിസ്ട്രി, ഹാർഡ് കോർ ബയോളജി പ്രോബ്ലംസിന് വേണ്ടിയിട്ട് അഡ്രസ് ചെയ്തുകൊണ്ടുള്ള റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ സാധിക്കും. മറ്റ് IITs നിന്നും ഐസറിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാര്യമായിട്ട് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ഇല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാംസ്, ചില മാസ്റ്റേഴ്സ് പ്രോഗ്രാംസ് നിങ്ങൾ ഡിസൈൻ ചെയ്തത് ഉണ്ട്. പക്ഷേ കാര്യമായിട്ട് നിങ്ങളുടെ PhD, ഇന്റഗ്രേറ്റഡ് PhD തരങ്ങളിൽ 2 സ്ട്രീംസ് ആണ് ഇവിടെ എൻട്രി ഉള്ളത്. ഹൈദരാബാദിൽ മാത്രമല്ല മറ്റ് 6 സെന്റേഴ്സിലും. ഇപ്പോൾ ഇവിടുത്തെ ഈ ഹൈദരാബാദിന്റെ പ്രത്യേകതയാണ് ഇതിന് ഒരു ഡിപ്പാർട്ട്മെന്റ്ലെസ് സ്ട്രക്ചർ ഉണ്ട്. അത് ഒരുപാട് തരത്തില് നോൺ ട്രഡീഷണൽ റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ, ഇന്റർഡിസിപ്ലിനറി കോൺസെപ്റ്റിലുള്ള റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ ഞങ്ങൾ സഹായിക്കും. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഹൈദരാബാദ് സ്റ്റാർട്ട് ചെയ്ത് 2008 ആണ് തുടങ്ങിയത്. ഫൗണ്ടേഷൻ സ്റ്റോൺ ബൈ അന്നത്തെ ദെൻ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ് ചെയ്തു. അതിനുശേഷം വേരിയസ് ടൈം 2017 ആകുമ്പോഴേക്കും ഞങ്ങളുടെ പെർമനന്റ് ക്യാമ്പസിൽ മൂവ് ചെയ്തു. അപ്പോൾ ഇവിടെ കാര്യമായിട്ട് 2 തരത്തിലുള്ള മോഡ് ഓഫ് എൻട്രി ആണ് ഉള്ളത്, PhD പ്രോഗ്രാംസിനും ഇന്റഗ്രേറ്റഡ് PhD പ്രോഗ്രാമിനും വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു ഇന്റർഡിസിപ്ലിനറി എന്ന് നമ്മൾ പറയുമെങ്കിൽ കൂടി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ 3 സ്ട്രീമിൽ നിന്നുള്ള സ്റ്റുഡൻസിന് അഡ്മിഷൻ എടുത്ത് വൺസ് അവർ ജോയിൻ ചെയ്തതിന് ശേഷം അവരുടെ ബേസിക് കോഴ്സ് വർക്ക്സ് അവരുടെ ഡിസിപ്ലിനിൽ കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് ഈ റിസർച്ച് ഡൊമൈൻ സ്വിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുക. അപ്പൊ ഞങ്ങളുടെ എല്ലാ സെന്റേഴ്സിലും ഉള്ള ഒരു എൻട്രി മെത്തേഡാണ് ഞാൻ പറയാൻ പോകുന്നത്. TFR ഹൈദരാബാദിന് മാത്രമല്ല, ഞങ്ങളുടെ TFRന് എല്ലാ സെന്റേഴ്സിനും കൂടിയിട്ട് ഞങ്ങളുടെ ഒരു കോമൺ ഒരു GS ഗ്രാജുവേറ്റ് സ്റ്റഡീസിന്റെ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. ടിപ്പിക്കലി ഇത് ഒരു സെപ്റ്റംബർ ഒക്ടോബറിൽ കാൽഫോർ ചെയ്യും. ഒക്ടോബർ പകുതിയൊക്കെ ആകുമ്പോഴേക്കും അതിന്റെ എൻഡ് ചെയ്യും, അതിന്റെ ആപ്ലിക്കേഷൻ എൻഡ് ചെയ്യും. ഡിസംബറിൽ എക്സാം നടക്കും. എങ്ങനെ എക്സാം നടത്തി കഴിഞ്ഞിട്ട് അതിനുശേഷം ഒരു ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ ഇന്റർവ്യൂ സാധാരണ ഈ മാസത്തെ ഞങ്ങളുടെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഇന്റർവ്യൂ കഴിഞ്ഞു. ബയോളജി ഇന്റർവ്യൂ അടുത്ത മാസമാണ് വരുന്നത്. ഇതാണ് ഒരു തരത്തിലുള്ള മോഡ് ഓഫ് അഡ്മിഷൻ. രണ്ടാമത്തെ മോഡ് ഓഫ് അഡ്മിഷൻ ഫോർ PhD ആൻഡ് ഇന്റഗ്രേറ്റഡ് PhD എന്ന് പറയുന്നത് വേരിയസ് മോഡ് 2 എന്ന് നമ്മൾ പറയുന്നത് നാഷണൽ എക്സാംസ്. ഏതെങ്കിലും ഒരു നാഷണൽ എക്സാം, ഫിസിക്സിലാണെങ്കിൽ ഗേറ്റ്, ജസ്റ്റ്, CSIR, UGC 3 കാറ്റഗറിയിലും പെട്ടിട്ടുള്ളത്. ഈ സ്റ്റുഡൻസിനെ, പെർട്ടിക്കുലർലി ഹൈ റാങ്ക് സ്കോളേഴ്സിനെ ആക്ച്വലി ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യും. ഈ മോഡ് 2 ഇതിന്റെ അഡ്മിഷൻ അഡ്വർടൈസ്മെന്റും ആൾറെഡി ഔട്ടാണ്. അപ്പൊ ഈ മോഡ് 1 ആണെങ്കിലും മോഡ് 2 ആണെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഇന്റർവ്യൂ ഉണ്ട്. 2 രീതിയിൽ 2 സെറ്റ് ആയിട്ട് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യും. ഈ 2 സെറ്റ് ഓഫ് ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ വളരെ പ്രാധാന്യം കൊടുക്കുന്നതാണ്. ഇന്റർവ്യൂ എടുത്തിട്ടാണ് ഞങ്ങളുടെ ഫെലോഷിപ്പോടുകൂടി, TFRന്റെ ഫെലോഷിപ്പോടുകൂടി ഇവർക്ക് ഇവിടെ 5 വർഷം റിസർച്ച് ചെയ്യാൻ പറ്റും. ബയോളജിക്ക് എല്ലാ നാഷണൽ ഈ GS എക്സാമിന്റെയും അതുപോലെ നാഷണൽ എക്സാംസിന്റെയും എല്ലാം കൂടി ഒരു സെപ്പറേറ്റ് കാൽഫോർ ചെയ്തിട്ട് അവിടെ ഒരു ഒന്നിച്ചാണ് ഇന്റർവ്യൂ നടത്തുക. ഫിസിക്സും കെമിസ്ട്രിയും 2 മോഡായിട്ടാണ് അഡ്മിഷൻ നടക്കുക. ഇനി ഇന്റേൺഷിപ്പും ഒക്കെ നേരത്തെ കാന സുരേഷനും പ്രദീപൊക്കെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ട്, സമ്മർ ഫെലോഷിപ്സ് ഉണ്ട്, നാഷണൽ പ്രോഗ്രാംസ്, നാഷണൽ ഏജൻസീസ് ആയിട്ടുള്ള ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസ് പോലെയുള്ള ഏജൻസീസ് അവർ കൊടുക്കുന്ന ഫെലോഷിപ്പ് പോലുള്ള കുട്ടികളെ നമ്മൾ അഡ്മിറ്റ് ചെയ്യാറുണ്ട്. TFRന്റേത് മാത്രമായിട്ടുള്ള ഒരു സമ്മർ ഫെലോഷിപ്പ് ഉണ്ട്. അതുപോലെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസും ഉണ്ട്. ഇതെല്ലാം പലപ്പോഴും TFRന്റെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന് നിങ്ങൾ കാൽഫോർ ചെയ്യും, ആ ഒരു പോർട്ടലിൽ അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഫാക്കൽറ്റി മെമ്പേഴ്സിനെ കോൺടാക്ട് ചെയ്തിട്ട് അവിടെ ഒരു ഷോർട്ട് ടേം പ്രോജക്ട് 2 to 3 months പ്രോജക്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. അത് TFR പ്രോഗ്രാം ആണെങ്കിൽ, ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ആണെങ്കിൽ ഞങ്ങൾ ഫണ്ട് ചെയ്യും. മറ്റ് ഫാക്കൽറ്റി അപ്രോച്ച് ചെയ്തിട്ട് ഫാക്കൽറ്റി അലോ ചെയ്യുന്നതാണെങ്കിൽ ഞങ്ങൾ പൈസയൊന്നും അടയ്ക്കണ്ട, പക്ഷേ അവർ തരുന്ന ടൈം ഡ്യൂറേഷനും അവർ തരുന്ന കൺസ്ട്രെയിൻസിലും വർക്ക് ചെയ്യേണ്ടി വരും. ഇങ്ങനെയാണ് പൊതുവെ TFRന്റെ എല്ലാ സെന്റേഴ്സിലേക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ. ഇനി വളരെ സ്പെസിഫിക് ആയിട്ട് വല്ല ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഞാൻ അഡ്രസ് ചെയ്യാം. കൂടുതലായിട്ട് ഇന്റർ ഡിസിപ്ലിനറി റിസർച്ചിനെ കുറിച്ചിട്ടും അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. Thank you, Professor Narayanan. We had a good briefing actually regarding what is happening in TFR. ഇനി നമുക്ക്
ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സെഷനിലേക്കാണ് കിടക്കേണ്ടത്. നേരത്തെ തന്നെ നിങ്ങൾ പലരും ക്വസ്റ്റ്യൻസ് പലതും തന്നിട്ടുണ്ട്. അതിനെ ഒരു 3-4 സെക്ഷനായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് UG PG അഡ്മിഷൻസിനെ കുറിച്ചാണ്, ഒന്ന് റിസർച്ചിനെ കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്, പിന്നെ പ്രോജക്റ്റ് ഇന്റേൺഷിപ്പിനെ കുറിച്ചുള്ളതുണ്ട്. അത് കുറച്ചൊക്കെ ഓൾറെഡി അഡ്രസ് ചെയ്ത് കഴിഞ്ഞു. സ്കോളർഷിപ്സിനെ കുറിച്ചുള്ളതുണ്ട്, സ്കോപ്പ്, ഓരോ കോഴ്സിന്റെ സ്കോപ്പിനെ കുറിച്ചുള്ള ചില ചോദ്യങ്ങളുണ്ട്. അപ്പൊ ഞാനത് ചില ചോദ്യങ്ങൾ ഒരുമിച്ച് ചേർത്തങ്ങ് ചോദിക്കുകയാണ്. 3 പേരും അതിലെ ഏതെങ്കിലുമൊക്കെ ആസ്പെക്ട്സ് പറഞ്ഞാൽ മതിയോ? ഐസർ എൻട്രൻസ് എക്സാം സിലബസ് മോഡലിനെ കുറിച്ചാണ് ഒരു ചോദ്യം. ഓൾറെഡി കനാൽ സാർ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ഒരു ചോദ്യം, വാട്ട് സ്കിൽ ഷുഡ് ഐ സ്റ്റാർട്ട് ബിൽഡിംഗ് ഫ്രം ക്ലാസ് 11 ഇറ്റ് സെൽഫ്? PCM, ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പഠിച്ചവർക്ക് എന്താ ചെയ്യാൻ കഴിയുന്നുണ്ട്? SSLC A+ വേണോ? അതേക്കുറിച്ചൊരു ചോദ്യമുണ്ട്. അപ്പോ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് കനാൽ സാറ് തുടങ്ങി ഒന്ന് അഡ്രസ് ചെയ്ത് തുടങ്ങിയാൽ നന്നായി. ഇത് 1 by 1 ആയിട്ടായിരിക്കും നമ്മൾക്ക് അഡ്രസ് ചെയ്യാൻ എളുപ്പം. ഇത് ഫസ്റ്റ് കേട്ടത് ഓർമ്മയുള്ളത് A+ വേണമെന്നുള്ളത്. A+ വേണമെന്ന് നിർബന്ധമില്ല. A+ന്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. ജസ്റ്റ് A+ എന്ന് വെച്ചാൽ അതിലൊരു മാർക്കിന്റെ ഒരു കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം സാർ. ആ പരീക്ഷയിലുള്ള മാർക്കാണ് അവിടെ കാണിക്കുന്നത്, അല്ലെങ്കിൽ മാർക്കിന്റെ ആ ഒരു പൊസിഷനിങ് ആണ് അവിടെ കാണിക്കുന്നത്. ഇവിടെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് വരുന്ന പ്രോബ്ലംസ് ആ സിലബസിനകത്തുനിന്നുള്ള പ്രോബ്ലംസ് മാത്രമേ വരുള്ളൂ. നമ്മുടെ ഐസർ പരീക്ഷയാണെങ്കിൽ ഐസറിന്റെ വെബ്സൈറ്റിൽ അതിന്റെ സിലബസ് കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്തുനിന്നുള്ള ക്വസ്റ്റ്യൻ മാത്രമേ വരുള്ളൂ. പക്ഷെ അതിനകത്ത് നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ഒരു പുസ്തകത്തിലെ ക്വസ്റ്റ്യൻ വരും എന്നില്ല. ആ പഠിച്ച കൺസെപ്റ്റ് വെച്ച് ക്രാക്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇവിടെ കൺസെപ്റ്റ് ആണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്, അല്ലാതെ നിങ്ങളുടെ ഓർമ്മശക്തിയല്ല. ഓർമ്മശക്തി എന്ന് വെച്ചാൽ ഒരു പരീക്ഷയിൽ മാർക്ക് വാങ്ങിക്കുന്നതൊക്കെ എങ്ങനെയാണല്ലോ, നമ്മുടെ ഇന്നത്തെ സിറ്റുവേഷനിൽ അങ്ങനെയാണ്. ആ പുസ്തകത്തിലുള്ളതൊക്കെ പഠിച്ചാൽ നമുക്ക് ഫുള്ള് മാർക്ക് കിട്ടുമായിരിക്കും. പക്ഷേ ഒരു പുതിയ ചോദ്യം ചോദിച്ചാൽ അത് ആൻസർ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതാണ് A+നെ കുറിച്ച് പറയാനുള്ളത്. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? എൻട്രൻസ് എക്സാം ആണ് സാർ അതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞു കഴിഞ്ഞു. അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുണ്ടെങ്കിൽ ചോദിക്കാം, വീണ്ടും ചോദിക്കാം. അങ്ങോട്ട് 11ാം ക്ലാസ്സിൽ തന്നെ ഇത് ശരിക്കും ഈ ഐസർ പോലുള്ള അല്ലെങ്കിൽ സയൻസ്, ഇപ്പൊ ഐസർ മാത്രമല്ല, ഇപ്പൊ IIT-യിലായാലും TIFR-ലായാലും സയൻസിലേക്ക് വരാൻ താല്പര്യമുള്ള കുട്ടികളിൽ ആ ജിജ്ഞാസ അല്ലെങ്കിൽ എന്താ പറയാ, ആ ചോദ്യം ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ ഏർലി ഓണിൽ തന്നെ ഉണ്ടാവേണ്ടതാണ്. അല്ലെങ്കിൽ നമുക്കത് ഒരു പരിധിവരെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല, നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവേണ്ടതാണ് സയൻസിനോടൊരു താല്പര്യം. ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് വേണ്ടത്. പിന്നെ ഒരു ക്വസ്റ്റ്യനിങ് എബിലിറ്റി ഓൾറെഡി പറഞ്ഞതാണ്. ഈവൺ ഇൻട്രഡക്ഷൻ പറയുമ്പോൾ തന്നെ പറഞ്ഞതാണ്, ഇതിൻ്റെ ഭാരവാഹികൾ തന്നെ പറഞ്ഞതാണ്. അതായത് ആ ജിജ്ഞാസകളായിരിക്കണം, ക്വസ്റ്റ്യനിങ് എബിലിറ്റി ഉണ്ടാവണം, സയൻസിൽ ഇൻട്രസ്റ്റ് വേണമെന്നുള്ളതാണ്. അത് 11ാം ക്ലാസ്സിൽ മാത്രമല്ല, ഈവൺ ബിഫോർ, മച്ച് ഏർലിയർ ഇറ്റ്സ് പോസിബിൾ. 11ാം ക്ലാസ്സിൽ തുടങ്ങാം, അതിൽ തരില്ല. പറ്റുമെങ്കിൽ കുറെ നേരത്തെ തന്നെ തുടങ്ങാനാണ് സാറിന്റെ അഡ്വൈസ്. ആപ്റ്റിറ്റ്യൂഡ് വികസിപ്പിക്കുക, അതായത് പ്രിപ്പറേഷൻ തുടങ്ങണമെന്നില്ല. ഐസറിന്റെ പരീക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ IIT-യുടെ പരീക്ഷയ്ക്ക് വേണ്ടി 11ാം ക്ലാസ് അല്ലെങ്കിൽ 8ാം ക്ലാസ് പോലെ തുടങ്ങണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. വാട്ട് ഈസ് ഇമ്പോർട്ടന്റ് ഈസ് ടു ഹാവ് ഇൻട്രസ്റ്റ് ഇൻ സയൻസ്. വേറെ ഒരു ചോദ്യം ഉള്ളത് PCM, ഫിസിക്സ് കെമിസ്ട്രി മാത്സുകാർക്ക് പറ്റുന്ന, നമ്മൾ ടെക്നോളജി ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്കറിയാം മെഡിസിന് പോകാൻ പറ്റില്ല, അവർക്ക് ടെക്നോളജിക്ക് പോകാൻ പറ്റും. പക്ഷെ സയൻസ് എഡ്യൂക്കേഷനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ PCM-കാർക്ക് പോകാൻ പറ്റുന്ന സയൻസ് ഉണ്ട് സാർ, അതൊന്ന് സൂചിപ്പിച്ചോളൂ. അതെ, നമ്മുടെ ഐസർ പരീക്ഷയിൽ 4 വിഷയങ്ങൾ ചോദിക്കുമെങ്കിലും നമ്മൾക്ക് വരുന്ന കുട്ടികൾ ഒന്നുകിൽ PCM പഠിച്ച കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ PCB പഠിച്ച കുട്ടികളായിരിക്കും, മാത്സ് ഒഴിവാക്കിയിട്ട്. പക്ഷെ അവർ ബേസിക്കലി അത് അറ്റംപ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. ആ 15 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാതിരുന്നാൽ മതി, എന്നാലും റാങ്ക് ലിസ്റ്റിൽ പെടാം. അങ്ങനെ ഒരുപാട് കുട്ടികൾ വരാറുണ്ട്. മാത്സ് എടുക്കാതെ കുട്ടികൾ വരാറുണ്ട്, ബയോളജി എടുക്കാതെ കുട്ടികൾ വരാറുണ്ട്. പിന്നെ ഈ 2 സബ്ജക്റ്റുകളും മാത്സും ബയോളജിയും നമ്മൾ വളരെ ബേസിക് ആയിട്ടാണ് കൊടുക്കുന്നത് ഇനീഷ്യൽ സെമസ്റ്റേഴ്സിൽ, ഈ ഒരു കൺസിഡറേഷൻ വെച്ചുകൊണ്ട്. അതായത് +2 ഇത് പഠിക്കാത്ത കുട്ടികൾ ഉണ്ടാവും എന്നുള്ള ഒരു ധാരണ ഉള്ളതുകൊണ്ട്. പിന്നെ നമ്മളൊരു ബ്രിഡ്ജ് കോഴ്സൊക്കെ കൊടുക്കാറുണ്ട് ഇങ്ങനെയുള്ള കുട്ടികൾക്ക്. ആക്ച്വൽ സെമസ്റ്റർ തുടങ്ങുന്നതിന് ഒരു ബ്രിഡ്ജ് കോഴ്സ് കൊടുക്കും. അപ്പോൾ അതൊക്കെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊരു ഇഷ്യൂ അല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഫിസിക്സോ ബയോളജിയോ മാത്സോ പഠിച്ചിട്ടില്ല എങ്കിലും ഐസറിൽ വരാം. ഒരുപാട് ഇൻസ്റ്റൻസസ് ഉണ്ടായിട്ടും ബയോളജി അല്ലെങ്കിൽ മാത്സ് +2 പഠിക്കാത്ത കുട്ടികൾ ഇവിടെ വന്ന ശേഷം അതിൽ മേജർ ചെയ്തിട്ട്, ആ പഠിക്കാത്ത സബ്ജക്റ്റിൽ മേജർ ചെയ്തിട്ട് അതിൽ ഇപ്പോഴും PhD ചെയ്ത കുട്ടികൾ വരെ ഐസറിൽ പോയിട്ടുണ്ട്.
അത് ഈ ഓരോരോ ഇഷ്ടവും അനിഷ്ടവും ഒക്കെ സംഭവിക്കുന്നത് ആ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്ന മാഷന്മാരുടെ അല്ലെങ്കിൽ ആ രീതിയെ വെച്ചുകൊണ്ടാണ്. ചിലപ്പോൾ അതൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടം അനിഷ്ടമൊക്കെ ലേറ്റർ മാറാനും ചാൻസ് ഉണ്ട്. വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ ഫിസിക്സ് ആണ് ചെയ്തത്. റിസർച്ച് കെമിസ്ട്രി ഫിസിക്സ് ആണ് ചെയ്തത്. ഫിസിയോളജിയിലാണ് നൊബേൽ. അപ്പൊ ഈ അഡ്രസ് ചെയ്ത ക്വസ്റ്റ്യൻസിനെ എന്തെങ്കിലും സപ്ലിമെന്റ് ചെയ്യാൻ പ്രദീപ് കുമാർ സാറിന് ഉണ്ടാവുമെങ്കിൽ ഒന്ന് ചെയ്താൽ നന്നായിരിക്കും. ഇല്ല, പ്രത്യേകിച്ച് പറയാനില്ല. IIT-യുടെ ഇതില് വരുന്നത് JEE ആയതുകൊണ്ട് അവിടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണ് വരുന്നത്. അപ്പം ബയോളജി IIT JEE അഡ്വാൻസിൽ ഇല്ല. അപ്പം അത് ക്ലിയർ ചെയ്യണമെങ്കിൽ അവർക്ക് IIT അഡ്മിഷൻ കിട്ടും ആക്ച്വലി. അതാണ് അവിടെ വരുന്നത് ആക്ച്വലി. ഇത് സുരേഷൻ പറഞ്ഞ പോലെ ഇത് ഇൻട്രസ്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എവറിത്തിങ് എൽസ് ഈസ് സെക്കൻഡറി. ഇൻട്രസ്റ്റ് ഒരു പാഷൻ ഒരു സയൻസിനോട് ഒരു പാഷൻ ഡെവലപ്പ് ചെയ്ത് യു വിൽ ഫൈൻഡ് യുവർ ഓൺ വേ. അതാണ് എൻ്റെ ഒരു അടുത്ത ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. ഫിസിക്സിനോട് താല്പര്യമുള്ള ആൾക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള സ്കോപ്പ് ഓൾറെഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് സയൻസ് പഠിക്കുന്നവർക്ക് ഈ മെഡിക്കൽ എഞ്ചിനീയറിംഗ് അല്ലാതെ, അതാണ് നമ്മൾ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ചോദ്യമുണ്ട്. ഐ എം എ നോൺ മാത്തമാറ്റിക്സ് സ്റ്റുഡൻസ്, വിച്ച് കോഴ്സസ് ഐ ആം എലിജിബിൾ ഫോർ? അത് ഒന്ന് പ്രദീപ് കുമാർ സാറ് ഈ കാര്യങ്ങൾ ഫിസിക്സിൽ തുടർ പഠനത്തിനുള്ള സാധ്യതയെ കുറിച്ചൊന്ന് സൂചിപ്പിക്കുക. പിന്നീട് ഈ നോൺ മാത്സ് സ്റ്റുഡൻസിന് അവിടെ IIT-കളിൽ എങ്ങനെയാണ് സാധ്യത എന്ന്. നോൺ മാത്സ് സ്റ്റുഡൻസിന് ബാച്ചിലേഴ്സ് പ്രോഗ്രാമിന് പറ്റില്ല. അറ്റ്ലീസ്റ്റ് IIT ബോംബെ നോട്ട് പോസിബിൾ. നോൺ മാത്സ് സ്റ്റുഡൻസ് അങ്ങനെ ഒരു പ്രോഗ്രാം ഇല്ല ആക്ച്വലി. എല്ലാവർക്കും മാത്സ് സ്റ്റഡി ചെയ്തേക്കണമെന്നൊരു ഇതുണ്ട്. പിന്നെ MSc പ്രോഗ്രാംസിൽ ചില പ്രോഗ്രാംസിൽ പല പ്രോഗ്രാംസിലും മാത്സ് +2 സ്റ്റഡി ചെയ്യണമെന്ന് ആവശ്യമില്ല ആക്ച്വലി. BSc ലെവലിൽ അങ്ങനെ സ്റ്റഡി ചെയ്താലും മതി മാത്സ്. MSc കെമിസ്ട്രിക്കാണെങ്കിൽ IIT ബോംബെയിൽ മാത്സ് +2 റിക്വയർമെന്റ് അല്ല. +2 അല്ലെങ്കിൽ BScക്ക് മാത്സ് എടുത്തിരിക്കുക, ആ രീതിയിലാണ്. അതുമൊക്കെ ഇനി പോവും ആക്ച്വലി. കാരണം NEP ഗൈഡ് ലൈൻസ് കാരണം വളരെ ലിബറൽ ആയിട്ടുള്ള എൻട്രി പോളിസി ആയിരിക്കും. മിനിമം എലിജിബിലിറ്റി ക്വാളിഫിക്കേഷൻസ് ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. ജാമിലൊക്കെ കുറെ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ മാറാനും സാധ്യതയുണ്ട്. ഇപ്പോൾ എങ്ങനെ ഇത് കുട്ടികൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു, പിന്നെ അതേപോലെ സുരേഷൻ പറഞ്ഞ പോലെ ഈ ബ്രിഡ്ജ് കോഴ്സുകൾ വഴി അവരെ എനേബിൾ ചെയ്യുക, ഈ പ്രോഗ്രാമിൽ സക്സീഡ് ചെയ്യാനായിട്ട് എനേബിൾ ചെയ്യുന്നുള്ളതാണ്. ആ രീതിയിലുള്ള ഒരു തിങ്കിങ് ആണ് ഇപ്പോൾ നടക്കുന്നത് ആക്ച്വലി. പിന്നെ ഫിസിക്സിൽ ഒന്ന് അറിയണം, എല്ലാ IIT-കളിലും MSc പ്രോഗ്രാം ഉണ്ട് ഫിസിക്സിൽ. പിന്നെ അത് ഈക്കണ്ട്. ഇതിനോടനുബന്ധിച്ച് UG അഡ്മിഷനോടനുബന്ധിച്ച് നിങ്ങൾക്ക് നേരിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒരു ചെറിയ അവസരമാണ്. ഈ വിഷയത്തിൽ നിന്ന് വേണം ചോദിക്കാൻ. ഹാൻഡ് റൈസ് ചെയ്യാം. അപ്പോൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തരും. അപ്പോൾ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. ആരോടെങ്കിലും സ്പെസിഫിക് ആയിട്ടോ പൊതുവായിട്ടോ ചോദിക്കാം. രാഹുൽ കുമാർ ചോദിച്ചോളൂ. സർ, ക്യാൻ എ BSc ഓണേഴ്സ് സ്റ്റുഡന്റ്, അത് പിന്നീട് ചോദിക്കാം. PG അഡ്മിഷനെ കുറിച്ച് പിന്നീട് ചോദിക്കാം. ഇതിപ്പോ UG അഡ്മിഷനെ കുറിച്ച് എന്തെങ്കിലും, നമ്മൾ അതാണല്ലോ സംസാരിച്ചുകൊണ്ടിരുന്നത്. BSc പ്രോഗ്രാമിലെ അഡ്മിഷൻസിനെ കുറിച്ച് ചോദിച്ചോളൂ. ഹലോ സർ, ഞാൻ മുംബൈ തന്നെയാ. എന്റെ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ എനിക്ക് എഞ്ചിനീയറിംഗും റിസർച്ചിലും രണ്ടിലും താല്പര്യമുണ്ട്. അപ്പൊ ഏതായിരിക്കും എനിക്കൊരു ബെറ്റർ പാത്ത് ഒന്ന് ഗൈഡ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ 12ാം ക്ലാസ് കഴിഞ്ഞതേ ഉള്ളൂ, ബോർഡ് എക്സാം കൊടുത്തിട്ടിരുന്നതേ ഉള്ളൂ. ഓക്കെ, എഞ്ചിനീയറിംഗിലും റിസർച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എഞ്ചിനീയറിംഗിൽ താല്പര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ ഇൻ എഞ്ചിനീയറിംഗ്. സയൻസിൽ വരണമെന്നില്ല. എഞ്ചിനീയറിംഗിലും PhD റിസർച്ച്, ഒരുപാട് റിസർച്ച് നടക്കുന്ന ഒരു ഏരിയയാണ്. സോ യു ക്യാൻ പെർസ്യൂ ദാറ്റ് വേ ആൾസോ. പിന്നെ ഇതിലോട്ട് സയൻസിലോട്ട് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ സയൻസ് ആ ഓപ്ഷൻ എടുക്കുക. സോ വാട്ട് എവർ യു ഫീൽ കംഫർട്ടബിൾ യു ഗോ വിത്ത് ദാറ്റ്. ബിടെക് കഴിഞ്ഞാൽ ഗേറ്റ് എന്ന് പറഞ്ഞ എക്സാം ഉണ്ട്. അത് എഴുതിയാൽ MTech കഴിഞ്ഞാൽ PhD-ലേക്ക് ഡയറക്റ്റ് ആയിട്ടും BTech കഴിഞ്ഞാൽ IIT-ൽ ഡയറക്റ്റ് ആയിട്ട് PhD അഡ്മിഷൻ ഗേറ്റ് വഴി. സ്ട്രീം PCMB ആണ്. അപ്പൊ എനിക്ക് ഡൗട്ട് ആണ്, മാത്സിനോടും ബയോളജിയോടും ഈക്വൽ താല്പര്യം കൊണ്ട് പോകുന്നതുകൊണ്ട് ഒരു ഇത്
ഇത് പെട്ടെന്ന് കിട്ടുന്നില്ല ചെയ്യേണ്ടത്. എന്തോ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അതാണ് ഇപ്പൊ ചെയ്തത്. ബയോളജി ഉണ്ട്. ബയോളജി ഓക്കെ. മാത്സ് ചെയ്തിട്ടില്ലേ? അല്ല, രണ്ടും ചെയ്തിട്ടുണ്ട്. ഓ, രണ്ടും ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ദെൻ യു ആർ ഇൻ എ മച്ച് കംഫർട്ടബിൾ പൊസിഷൻ. നോ, രണ്ട് ട്രൈ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ എഴുതി സയൻസ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് എഴുതുക. നാളെ അല്ലേ ലാസ്റ്റ് ഡേറ്റ്, അതിന് അഡ്മിറ്റ് അത് കൊടുക്കൂ, ട്രൈ ചെയ്യുക. ഐസറിലോ IIScയിലോ മറ്റോ പോയാല് 1.5 വർഷം തീരുമാനം എടുക്കാൻ ബയോളജിയിലേക്ക് പോകണോ ഫിസിക്സ് കെമിസ്ട്രിയിലേക്ക് പോകണോ തീരുമാനം എടുക്കാൻ 1.5 വർഷത്തോളം കൂടെ കിട്ടും. അപ്പോഴേക്ക് അതനുസരിച്ചിട്ട് ചെയ്യും. പിന്നെ ഒന്ന് ആഡ് ചെയ്യാനുള്ളത്, അതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പല സ്ഥലത്തും വരുന്നതാണ്. ഈ എൻ്റെ മകള് എഞ്ചിനീയറിംഗ് എടുക്കണോ അല്ലെങ്കിൽ MBBS എടുക്കണോ അല്ല സയൻസിന് പോകണോ, കുട്ടിക്ക് ഇതാണ് താല്പര്യം. ഇതിൽ മനസ്സിലാക്കാനുള്ളത്, സയൻസ് ഡിഗ്രി എടുക്കുമ്പോൾ അല്ലെങ്കിൽ PGക്ക് വരുമ്പോൾ VSMS പ്രോഗ്രാമിൽ വരുമ്പോൾ ഒരു ഇമ്മീഡിയറ്റ് സെറ്റിൽമെന്റ് പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഇത് ബെറ്റർ ഓപ്ഷൻ അല്ല. നിങ്ങൾക്ക് പെട്ടെന്ന് ജോലിയാണ് വേണ്ടതെങ്കിൽ ഇപ്പോൾ 4 വർഷത്തെ BTech കഴിഞ്ഞാൽ ജോലി കിട്ടും. അത് എന്ത് ജോലി എന്നുള്ളത് ദാറ്റ്സ് എ ഡിഫറെൻറ്റ് മാറ്റർ. പക്ഷേ ഇവിടെയും ജോലി കിട്ടും, അതായത് MSc കഴിഞ്ഞാലും ജോലി കിട്ടും. പക്ഷേ അത് ആ ഒരു സെറ്റിൽമെന്റ് വളരെ ലോ ലെവൽ സെറ്റിൽമെന്റ് ആയിരിക്കും. ഈ സയൻസിലൊക്കെ വരുന്നവർ നമ്മൾ ഉദ്ദേശിക്കുന്നത് അറ്റ്ലീസ്റ്റ് PhD ചെയ്യുക, PhD കഴിഞ്ഞ ശേഷം ചിലപ്പോൾ പോസ്റ്റ് ഡോക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു സെറ്റിൽമെന്റിന്റെ പൊസിഷൻ ആയിട്ട് മച്ച് ഹയർ ലെവലായിരിക്കും. അപ്പോൾ സമയം ഇൻവെസ്റ്റ് ചെയ്യണം. ഈ സയൻസിൽ വരുമ്പോൾ കുറച്ച് സമയം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം സെറ്റിൽ ആവാൻ വേണ്ടി എന്നുള്ളത് കൺസിഡർ ചെയ്യണം. അല്ലെങ്കിൽ ഒരു ലോവർ ലെവൽ സെറ്റിലിംഗ് മാത്രമേ പോസിബിൾ ആവുള്ളൂ. വേറൊരു ചോദ്യം ഉള്ളത് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ബയോളജി എന്നാണ്. അതിനും സാധ്യതകൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെല്ലാം ഉണ്ട് എന്നുള്ളത് സൂചിപ്പിച്ചു. ബയോളജി ഏരിയയിൽ നിന്ന് തൽക്കാലം ഇവിടെ എക്സ്പെർട്സ് ആരും ഇല്ല. ഇല്ല, ബയോളജി പറയണമെങ്കിൽ ഞാൻ കുറച്ച് പറയാം. ബയോളജി മിക്ക IITകളിലും ബയോ സയൻസ് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. TFRൽ ബയോ സയൻസ് ഡിപ്പാർട്ട്മെന്റ്, എല്ലാ ഐസറിലും ബയോ സയൻസ് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. സോ ഈ പറഞ്ഞ വഴി അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിൽ ബയോളജിക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ആക്ച്വലി. സോ എല്ലാ ഡിപ്പാർട്ട്മെന്റും നല്ലതുമാണ്. 3 പേര് കൈ പൊക്കിയിട്ടുണ്ട്. ജോർജ് ജേക്കബ്, മുഹമ്മദ് ഷാ, അർഷിയ. ജോ ജേക്കബ് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചോളൂ. സാർ, എനിക്ക് പ്രദീപ് സാറിനോട് ഒരു കാര്യം ചെയ്യണം. സാറ് മെൻഷൻ ചെയ്തിരുന്നു CUET വഴി ഒരു IITയിലേക്ക് അഡ്മിഷൻ ഉണ്ട് എന്ന് പറയാം. അത് ഏതാണെന്നൂറ് പറയാമോ? ധാർവാഡ് കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ്. ഏതാ സാർ? IIT ധാർവാഡ്. ഓക്കെ, അവരുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ മതി. ഓക്കെ, താങ്ക് യു സാർ. വേറൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇപ്പം IITകളിലും ഐസറിലും ഒക്കെ ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റ്സേ ഉള്ളൂ. സോ നമ്മൾ എത്ര കോമ്പറ്റീറ്റ് ചെയ്താലും അവിടേക്ക് അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഒരു 50-50 ചാൻസ് ഉണ്ട്. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഏതായിരിക്കും, ലൈക്ക് എന്താ നമ്മൾ അതിന്റെ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നത്? NIR റാങ്കിങ് ആണോ അതോ മറ്റെന്തെങ്കിലും ക്രൈറ്റീരിയ ആണോ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുക? എന്താ അതിന്റെ ഒരു, നിങ്ങൾ എന്താ ഒരു സജസ്റ്റ് ചെയ്യുന്നത്? എന്റെ ഒരു ജനറൽ സജഷൻ എന്ന് വെച്ചാൽ അവിടുത്തെ ഫാക്കൽറ്റി പ്രൊഫൈൽ നോക്കുക, അവിടുത്തെ ആക്റ്റീവ് വെതർ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആക്റ്റീവ് റിസർച്ച് ഉണ്ടാകുന്ന നോക്കുക. ജസ്റ്റ് NIR റാങ്കിങ് മാത്രം വെച്ച് പോകരുത്. ആക്ച്വലി അതിലൊക്കെ ഒരുപാട് പിശകുകളുണ്ട്. റാങ്കിങ് ഒരു ഇത് ക്രൈറ്റീരിയ ആക്കി വെക്കരുത് ആക്ച്വലി. കാരണം ഇപ്പൊ സയൻസിൽ ഇപ്പൊ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡീസന്റ് റിസർച്ച് നടക്കുന്നത് കുറച്ച് യൂണിവേഴ്സിറ്റികൾ മാത്രമേ ഉള്ളൂ ആക്ച്വലി. അശോക, പിന്നെ കുറച്ച് ശിവനാടാർ, പ്രിയ, അങ്ങനത്തെ കുറച്ച് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലാണ് അവിടെ ആക്റ്റീവായിട്ട് റിസർച്ച് നടക്കുന്നത്. പിന്നെ മറ്റുള്ളവരെല്ലാം കുറെ പബ്ലിസിറ്റി പ്ലസ് ഒക്കെയാണ്. ഫാക്കൽറ്റി പ്രൊഫൈൽ ഉറപ്പായിട്ട് നോക്കുക ആക്ച്വലി. എങ്ങനത്തെ ഫാക്കൽറ്റിയാണ് അവർ റിക്രൂട്ട് ചെയ്തിരിക്കുന്നത്. അവർ എസ്റ്റാബ്ലിഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള PhDസിനെയാണ് എടുത്തയക്കുന്നത്. അവർക്ക് പോസ്റ്റ് ഡോക്ടറൽ ട്രെയിനിങ് ഉണ്ടോ, അവർക്ക് PhD സ്റ്റുഡൻസ് ഉണ്ടോ, PhD പ്രോഗ്രാം ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ അത് സെലക്ട് ചെയ്യാവൂ. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. പിന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ IIT ഐസർ. നിങ്ങൾക്ക് ഇപ്പം മാസ്റ്റേഴ്സ് കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് ലെവൽ യു കാൻ ആൾസോ എക്സ്പോർട്ട് NIT. കുറെ NITകളൊക്കെ നല്ലപോലെ പെർഫോം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. NIT സൂറത്കാൽ, NIT കാലിക്കട്ടും ഉണ്ട്. അവിടെയൊക്കെ ചില ഡിപ്പാർട്ട്മെന്റുകൾ നല്ല പെർഫോമിംഗ് ആണ് ആക്ച്വലി. അപ്പൊ ആ ഒരു ഓപ്ഷൻ നിങ്ങൾ വിട്ടുകളയരുത്. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി, അത് ഞാൻ പറഞ്ഞതേ ഇല്ല, സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്. ഹൈദരാബാദ്, നല്ല മിക്ക ഡിപ്പാർട്ട്മെന്റുള്ള നല്ലതാണ് ആക്ച്വലി. അങ്ങനെ കുറെ യൂണിവേഴ്സിറ്റികളുണ്ട്. അത് കഴിയുന്നതൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ പ്രൈവറ്റിലോട്ട് പോകാവൂ ആക്ച്വലി എന്നാണ് എൻ്റെ ഒരു സജഷൻ.
സാർ ഒരു കാര്യം കൂടെ ചോദിച്ചാൽ കാന സാർ പറഞ്ഞായിരുന്നു ഈ പലയിടത്തും ഐസർ ഉൾപ്പെടെ പലയിടത്തും ഇന്റേൺഷിപ്പിന് 1 year മുമ്പ് തന്നെ അപ്ലൈ ചെയ്യണമെന്ന്. അപ്പൊ എങ്ങനെയാ അതിന്റെ ഒരു പ്രിപ്പറേഷൻ കൂടെ ഒന്ന് പറയാം? ഇന്റേൺഷിപ്പിനെ കുറിച്ചുള്ള ചോദ്യം നമുക്ക് വരുന്നുണ്ട്, അതിന്റെ അഡ്രസ് ചെയ്യാം. ഇപ്പൊ യു ജി അഡ്മിഷൻസിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഇനി ഒരു ചോദ്യം ഉള്ളത്, വിൽ ദർ ബി എനി ഗൈഡൻസ് ഓൺ വേരിയസ് കോഴ്സസ് ഡ്യൂറിംഗ് കൗൺസിലിംഗ്? തീർച്ചയായിട്ടും അവർ പറയുന്നുണ്ടാവും. മുഹമ്മദ് ഷാ കുറെ ഹലോ സാർ, കേൾക്കാവോ? കേൾക്കാം, ചോദിച്ചോളൂ ഷാ. പിന്നെ അല്ല, എന്റെ പേര് സാബിർ എന്നാണ്, ഞാൻ പട്ടാമ്പിയിൽ നിന്നാണ് വിളിക്കുന്നത്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള എന്താന്ന് വെച്ചാൽ, ഈ ജെഇ മാർക്സ് വെച്ചിട്ട് നമുക്ക് അഡ്മിഷൻ കിട്ടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അതർ ദാൻ പിന്നെ IIT, NIT, IIIT ഏതൊക്കെയാണ്? അതായത് ഇപ്പോ GFTI ഒക്കെ ഉണ്ട് എന്ന് പറയുന്നു, പക്ഷെ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. അപ്പോൾ അത് ഏതൊക്കെയാണ്? അതുപോലെ തന്നെ ഞാൻ പ്രിഫർ ചെയ്യുന്ന ബ്രാഞ്ച് EC ആണ്. അപ്പൊ അതിനൂടെ യോജിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വേറെ ഏതൊക്കെയാണെന്നാണ് ഞാൻ ചോദിക്കാറുള്ളത്. പിന്നെ ഇനി ജെഇ വഴിയല്ല, വേറെ CUT വഴിയോ അങ്ങനെ എന്തെങ്കിലും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ EC ബ്രാഞ്ചിലൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞുതരും. ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ EC. അതെ 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 അതെ. അതിപ്പം ജെഇ മെയിൻ വഴിയാണ് NIT-കൾ അഡ്മിറ്റ് ചെയ്യുന്നത്. ജെഇ അഡ്വാൻസ്ഡ് വഴിയാണ് IIT-കളിൽ അഡ്മിഷൻ കൊടുക്കുന്നത്. ഈ 2 ഇൻസ്റ്റിറ്റ്യൂഷനിൽ മാത്രമേ ഇത് ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ വേറെ ചില പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഇത് ജെഇ മെയിൻ വഴി അഡ്മിഷൻ എടുക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഈ ഗവൺമെന്റ് ഫണ്ട് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് അതെല്ലാം NIT, IITസും അതൊക്കെയാണ് ഗവൺമെന്റ് ഫണ്ട് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. ജോ ജേക്കബ് ഉണ്ടോ? അതിപ്പോ ചോദിച്ചായിരുന്നു നേരത്തെ. ഞാൻ ചോദിച്ചില്ല. RC എന്ന് പറഞ്ഞ. Hello sir, I am from Delhi. I am in 12th grade right now, and I have taken the subjects physics, chemistry, maths, and physical education. So my doubt was like, suppose I don't clear the JEE exam and I don't get into IIT. So what are my other options which might give me the equal opportunities like as an engineering course would give me? ഇത് ഏത് സബ്ജക്റ്റിലാണ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം? ഹയർ സ്റ്റഡീസിൽ വിച്ച് സബ്ജക്ട് യു വാണ്ട് ടു സ്റ്റഡി ആക്ച്വലി? Maths, computer science, maths or computer science. Maths or computer science. Computer science, you have a lot of options. So lot of private and other universities offer this program actually. You can explore those actually. So, but what if I don't want to go in private universities? Any government opportunity like colleges? If I could. Yeah, there are government colleges are there. No, Delhi Technological University is there, your neighborhood. So then even JNU has a computer science department. So. Yeah, even in ICES, some of the ICES there is a BTech program. For example, ICES Bhopal has BTech program. You can write ICER aptitude test. Yeah, data science also some of them have started. Okay. Yeah. Thank you so much. Thank you. MSc Chemistry admission IITസിലെ കുറിച്ചൊരു ചോദ്യമുണ്ട്. അതുപോലെ ഫിസിക്സിലെ MSc. Then അത് രണ്ടൊന്ന്. എന്താ ചോദ്യം? MSc admission physics and chemistry IIT. അത് only through JAM. MSc അഡ്മിഷൻ only JAM വഴി മാത്രമേ എടുക്കാറുള്ളൂ. വേറെ ഒരു ടെസ്റ്റ് നമ്മൾ ഉപയോഗിക്കാറില്ല. കാരണം അത് IIT നടത്തുന്ന ടെസ്റ്റാ JAM. സിലബസ് ഒക്കെ ഉണ്ട് അല്ലേ സർ? അതെ, JAM എല്ലാ വർഷവും ഫെബ്രുവരിയിൽ നടത്തുന്ന എക്സാം ആണ്. അതിന് സിലബസ് ഉണ്ട്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ JAM വെബ്സൈറ്റിലുണ്ട്. ഒരു 3 hour എക്സാം ആണിത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ JAMൻ്റെത്. എത്ര മാർക്കെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഇത് 300 മറ്റോ ആണെന്ന് തോന്നുന്നു. അതിനുള്ള റാങ്ക് വെച്ചാണ് ഇതിൽ അഡ്മിഷൻ എടുക്കുന്നത്. അതിന്റെ സ്കോർ വെച്ചിട്ട്. ഇതിൽ ഇന്റർവ്യൂ ഒന്നുമില്ല, ഡയറക്റ്റ് അഡ്മിഷൻ ത്രൂ JAM. MTech MSc അഡ്മിഷൻ ഫോർ BSc-കാർക്ക് ചെയ്യാവുന്ന ചില MTech പ്രോഗ്രാംസ് IITs ഓഫർ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണെന്ന്? IIT ഡൽഹി, IIT റൂർക്കി, അവരാണ് ഈ MTech. പിന്നെ IIT ഗുവാഹട്ടിയിലും ഉണ്ട്. BSc കെമിസ്ട്രി കഴിഞ്ഞവർക്ക് JAM വഴി ചില MTech പ്രോഗ്രാം, JAM വഴിയല്ല, ഗേറ്റ് വഴി അവർക്ക്
BSc കഴിഞ്ഞവർക്കല്ല, അത് MSc കഴിഞ്ഞവർക്കാണ് ആക്ച്വലി. അത് MSc, കാരണം ഗേറ്റിന്റെ വഴി ഫെലോഷിപ്പ് കിട്ടണമെങ്കിൽ 4 year സ്റ്റഡീസ് ചെയ്തിരിക്കണമെന്നാണ്. MSc കഴിഞ്ഞവർക്ക് MTech വേണമെങ്കിൽ പോവാം. അത് റൂർക്കി, ഗുവാഹട്ടി, ഡൽഹി, അവർക്ക് ചില പ്രോഗ്രാംസ് ഉണ്ട്. കെമിക്കൽ ടെക്നോളജി എന്നൊക്കെ പറഞ്ഞിട്ട്, ഇൻസ്ട്രുമെന്റേഷൻ അനാലിസിസ്, കെമിക്കൽ ടെക്നോളജി, അങ്ങനെയൊക്കെ കുറച്ച് പ്രോഗ്രാംസ് ഈ 3 IIT-കളിലും ഉണ്ട്. ആസ്ട്രോഫിസിക്സിലെ ഉപരിപഠനത്തെ കുറിച്ച് ചോദ്യമുണ്ട്. അത് നാരായണൻ സാറിനോ പ്രദീപ് കുമാർ സാറിനോ അഡ്രസ് ചെയ്യാം. ആസ്ട്രോഫിസിക്സിനെ കുറിച്ചിട്ട് TFR-ൽ ഈ പറഞ്ഞ പോലെ ഞങ്ങള് ഇന്റഗ്രേറ്റഡ് PhD പ്രോഗ്രാംസ് ആണ് ആസ്ട്രോഫിസിക്സിനെ കുറിച്ച് ഇവിടെ ഉള്ളത്. TFR-ൽ ICTS സെന്റർ ഫോർ ഇന്റർനാഷണൽ സെന്റർ ഫോർ തിയറിറ്റിക്കൽ സയൻസിൽ നല്ല ഒരു കോർ ടീം ഉണ്ട് ആസ്ട്രോഫിസിക്സിൽ, വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ആസ്ട്രോഫിസിക്സ് ചെയ്യുന്നത്. ബോംബെയില് മെയിൻ ക്യാമ്പസിൽ ആസ്ട്രോഫിസിക്സിൽ വളരെ ട്രഡീഷണൽ ആയിട്ട് ഉള്ള പല ഗ്രൂപ്പ്സും ഉണ്ട്. അവിടെ ആസ്ട്രോഫിസിക്സിനെ കുറിച്ചൊരു ഹാർഡ് കോർ റിസർച്ച്, ബോത്ത് എക്സ്പെരിമെന്റൽ ആൻഡ് തിയറിറ്റിക്കൽ ആസ്പെക്ട്സ് നടക്കുന്നുണ്ട്. TFR-ൽ അല്ലാതെ, അതുകൊണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിൽ ഒരു അവരുടെ വേരിയസ് സെന്റേഴ്സ്, IIT കീഴിൽ തന്നെ വേരിയസ് സെന്റേഴ്സ് ഉണ്ട്. വളരെ ഒരു കോറായിട്ടുള്ള വേരിയസ് ഒബ്സർവേഷണൽ അസ്ട്രോണമിയുടെ ആസ്പെക്ട്സും ഉണ്ട്. അതുപോലെ തിയറിറ്റിക്കൽ ആസ്പെക്ട്സ് ഓഫ് astronomy and astrophysics both are happening at IIT, Indian Institute of Astrophysics. പിന്നെ വേരിയസ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റീസിൽ നല്ല ചില ടീംസ്, ചില റിസർച്ച് ഗ്രൂപ്പ്സ് ഉണ്ട് ആസ്ട്രോഫിസിക്സിൽ. അവരെ IUK ആയിട്ടും ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ അസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് എന്നുള്ള പൂനെയിലുള്ള സ്ഥാപനം, അത് IUCA, അവിടെ അവരുടെ ആസ്ട്രോഫിസിക്സിന് മാത്രമായിട്ട്, അസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സിന് മാത്രമായിട്ട് റിസർച്ച് ചെയ്യുന്ന ഒരുപാട് റിസർച്ച് ഗ്രൂപ്പ്സ് ഉള്ള ഒരു സ്ഥാപനമാണ് IUCA. പൂനെ യൂണിവേഴ്സിറ്റിയുമായിട്ട് വളരെ ക്ലോസ്ലി അസോസിയേറ്റഡ് ആയിട്ട് ആസ്ട്രോഫിസിക്സിന്റെയും അസ്ട്രോണമിയുടെയും വേരിയസ് പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. അങ്ങനെ മറ്റ് ചില യൂണിവേഴ്സിറ്റീസിൽ, ഈ പറഞ്ഞ പോലെ ഡൽഹി യൂണിവേഴ്സിറ്റി തുടങ്ങിയ ചില യൂണിവേഴ്സിറ്റീസിൽ ചില ഫാക്കൽറ്റി മെമ്പേഴ്സ് വളരെ റിസർച്ച് ചില ഇനീഷ്യേറ്റ് ചെയ്ത റിസർച്ച് ഗ്രൂപ്പ്സ് ഉണ്ട്, വളരെ വെൽ നോൺ റിസർച്ച് ഗ്രൂപ്പ്സ് ഉണ്ട്. അതും നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ്സ് നോക്കിയാൽ IUCയുടെ തന്നെ വേരിയസ് സെന്റേഴ്സ്, യൂണിവേഴ്സിറ്റീസിൽ വേരിയസ് സെന്റേഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ക്യുസാറ്റ് കൊച്ചിയിൽ, അവിടെ ഒരു IUCA സെന്റർ ഉണ്ട്. അവർക്ക് വേരിയസ് പ്രോഗ്രാംസ് ഉണ്ട്. ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് അസോസിയേറ്റ് IUCA ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് വേരിയസ് പ്രോഗ്രാംസ് ഉണ്ട്. അവിടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ PhD എൻറോൾ ചെയ്തവർക്ക് IUCA ആയിട്ട് ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്യാം, അവരുമായിട്ട് ഫാക്കൽറ്റി മെമ്പേഴ്സ് ആയിട്ട് ജോയിന്റ് സൂപ്പർവിഷണൽ റിസർച്ച് നടത്താം. അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഉണ്ട്. കുസാറ്റിൽ മാത്രമല്ല, അങ്ങനെ IUCA ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വേരിയസ് അതർ യൂണിവേഴ്സിറ്റീസിലും, പൂനെ യൂണിവേഴ്സിറ്റിയും കുസാറ്റും അല്ലാതെ വേരിയസ് അതർ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അവിടെ ഇങ്ങനെ IUCA അഫിലിയേറ്റഡ് പ്രോഗ്രാംസ് ഉണ്ട്. ഇതൊക്കെയാണ് മേജർ astronomy and astrophysics research initiatives and groups within India. അതോട് ചേർന്ന് പോകുന്നതാണ് ന്യൂക്ലിയർ ഫിസിക്സിലെ ഓപ്പർച്യൂണിറ്റീസ്, സ്റ്റഡി ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച്. ന്യൂക്ലിയർ ഫിസിക്സില് ഈ പറഞ്ഞ പോലെ TFR-ലെ ന്യൂക്ലിയർ ഫിസിക്സില് വളരെ ആദ്യം മുതൽ തന്നെ ഹോമി ജഹാംഗീർ ബാബ 1945 എസ്റ്റാബ്ലിഷ് ചെയ്ത മുതൽ തന്നെ ന്യൂക്ലിയർ ഫിസിക്സിന്റെ ഒരു കോർ ടീം അവിടെ ഉണ്ട്, റിസർച്ച് ഗ്രൂപ്പ്സിന്റെ. അത് പലതരത്തിലുള്ള ന്യൂക്ലിയർ ഫിസിക്സിന്റെ റിസർച്ച് നടക്കുന്ന, പെലട്രോൺ ആക്സിലറേറ്റേഴ്സ് തുടങ്ങിയിട്ടുള്ള പലതും നടക്കുന്നുണ്ട്. അതെന്നാണ് BARC-യുടെ ബ്രാഞ്ച് ഔട്ട് ചെയ്തത്, TFR-ന്റെ അകത്തുനിന്നാണ് ബ്രാഞ്ച് ഔട്ട് ചെയ്തത്. അപ്പോൾ BARC-യിൽ ഒരുപാട് റിസർച്ച് ആക്ടിവിറ്റീസും ഇനീഷ്യേറ്റീവ്സും ഈ ന്യൂക്ലിയർ റിസർച്ചുമായിട്ടൊക്കെ സംബന്ധിച്ച് നടക്കുന്നുണ്ട്. വേരിയസ് ആസ്പെക്ട്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, വേരിയസ് ആസ്പെക്ട്സ് നടക്കുന്നുണ്ട്. അതാണ് ന്യൂക്ലിയർ ഫിസിക്സിന്റെ വളരെ കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു ഡൊമൈൻ. പിന്നെ ന്യൂക്ലിയർ ഫിസിക്സ് മറ്റ് ഡൊമൈൻസിലേക്ക് വന്നിട്ട്, ഫോർ എക്സാമ്പിൾ ലൈക്ക് അഗ്രികൾച്ചർ, ന്യൂട്രീഷൻ പ്രോഗ്രാം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല ബ്രാഞ്ച് ഔട്ട് ചെയ്തിട്ടുള്ള പല ന്യൂ ഡയമെൻഷൻസും അതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ന്യൂക്ലിയർ ഫിസിക്സിൽ അതൊഴികെ TFR-ന്റെ DAEക്ക് കീഴിൽ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിക്ക് കീഴിൽ തന്നെ വേരിയസ് സെന്റേഴ്സ് ഉണ്ട്. ഇപ്പോ കാറ്റ് ഇൻഡോർ തുടങ്ങിയ പല സെന്റേഴ്സും ഉണ്ട്. അവിടെ പലതരത്തിലുള്ള ന്യൂക്ലിയർ ഫിസിക്സിന്റെ ഗവേഷണം നടത്തുന്നുണ്ട്. ഇതൊക്കെയാണ് ന്യൂക്ലിയർ ഫിസിക്സിനെ കുറിച്ച് ഹാർഡ് കോർ ആയിട്ട് എനിക്ക് മനസ്സിൽ പെട്ടെന്ന് വരുന്ന ചില റിസർച്ച് സെന്റേഴ്സ്. പ്രദീപ് സാറിന് ആഡ് ചെയ്യാം ഇന്നത്തെ ഏതെങ്കിലും കൂടുതലായിട്ടുണ്ടെങ്കിൽ. അല്ല, ജനറലായിട്ട് പറയാനുള്ള എല്ലാ IITസിലും എല്ലാ ISERSലും കുറെ ഫാക്കൽറ്റി മെമ്പേഴ്സ് ആസ്ട്രോഫിസിക്സും ന്യൂക്ലിയർ ഫിസിക്സും ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ അതും അവിടെയും നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട് ഈ ഫീൽഡിൽ. സെൻട്രൽ അല്ലെങ്കിലും അവർ മൾട്ടിപ്പിൾ ഫാക്കൽറ്റി മെമ്പേഴ്സ്. അമേയ സാറ കൈ ഉയർത്തിയിട്ടുണ്ട്. അമേയ ചോദിച്ചോളൂ. അമേലിയ.
Melia Sarah, please ask. സർ കേൾക്കാവോ? കേൾക്കാം, ചോദിച്ചോളൂ. സാർ, ഞാൻ സ്റ്റേറ്റ് സിലബസില്, കേരള സ്റ്റേറ്റ് സിലബസില് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ എനിക്ക് ബയോളജി ഇല്ല, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ് ആണുള്ളത്. അങ്ങനെ വരുമ്പോൾ എനിക്ക് ഫ്യൂച്ചറിൽ മാത്സ് എടുക്കാനായിട്ടാണ്, എനിക്ക് ഐസറിൽ മാത്സ് എടുക്കണം എന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ ഐസറിൽ 25% ക്വസ്റ്റ്യൻസ് വരുന്നത് ബയോളജി ആണല്ലോ. അപ്പൊ എനിക്ക് ഐസറിന്റെ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ബാക്കി 75% ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ട് ഐസറിലേക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത എത്രമാത്രമാണ്? ഇത് ഓൾറെഡി അഡ്രസ് ചെയ്താണ് ഞാൻ പറയുമ്പോൾ. നമ്മുടെ പല കുട്ടികളും ഇങ്ങനെയുള്ള കേസുകളാണ്. അതായത് ഒന്നുകിൽ ബയോളജി ഉണ്ടാവില്ല, അല്ലെങ്കിൽ മാത്സ് ഉണ്ടാവില്ല. വാട്ട് ദേ യൂഷ്വലി ഡു ഈസ് ദേ അറ്റംപ്റ്റ് 3 സബ്ജക്ട്സ് വിച്ച് ദേ ആർ കംഫർട്ടബിൾ വിത്ത്, മറ്റേത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്താലും വൺ ക്യാൻ ബി ഇൻ ദ റാങ്ക് ലിസ്റ്റ്, അതായത് മെറിറ്റ് ലിസ്റ്റിൽ തന്നെ വരാൻ പറ്റും. ഏകദേശം ഒരു 100-120 മാർക്കൊക്കെ കിട്ടിയാൽ ദാറ്റ്സ് എ വെരി ഗുഡ് മാർക്ക് ഔട്ട് ഓഫ് 240. ഒരു വിഷയത്തിൽ മിനിമം മാർക്ക് ഇല്ല ഐസർ എക്സാമിന്. അതായത് മാത്സിൽ ഇത്ര കിട്ടണം, അല്ലെങ്കിൽ ബയോളജിക്ക് ഇത്ര മിനിമം കിട്ടണം എന്നുള്ള ഒരു റൂളില്ല. അതുകൊണ്ട് ഒരു വിഷയം കംപ്ലീറ്റ് ഒഴിവാക്കിയാലും പ്രശ്നമില്ല, മറ്റതിൽ സ്കോർ ചെയ്താൽ മതി. ആൽഫിയ എലിയോസിന്റെ ഒരു ചോദ്യമുണ്ട്, നേരിട്ട് ചോദിക്കാമെങ്കിൽ ചോദിച്ചോളൂ, ഇല്ലെങ്കിൽ ഞാൻ ചോദ്യം വായിക്കാം. ആൽഫിയ, are you there? നമുക്ക് 4 ഇയർ കോഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് PG ചെയ്യണമെന്ന് നിർബന്ധമില്ലല്ലോ. 4th ഇയറിൽ ഒരു റിസർച്ച് പോലാണല്ലോ നമ്മൾ 4th ഇയർ ചെയ്യുന്നത്. FIUGP സ്റ്റുഡന്റ് ആണ്, ഫിസിക്സിന്റെ. ഹലോ, കേൾക്കാവോ? അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റിസർച്ചിന് കയറാമെന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. അതെങ്ങനെയാണ് IIT-യിലൊക്കെ കയറുന്നതെന്നൊന്ന് പറയാമോ? ഡയറക്റ്റ് ആയിട്ട് റിസർച്ചിന് കയറുന്നതിന് നമ്മൾ ഏത് എക്സാം മുമ്പ് പാസ് ആവണം? എക്സാം വഴിയാണോ? പറയും. 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എവിടെയാണ് ആൽഫിയ ചെയ്യുന്നത്? ഞാൻ MG യൂണിവേഴ്സിറ്റിന്റെ കീഴിലാണ് ചെയ്യുന്നത്. MG യൂണിവേഴ്സിറ്റിയിലെ സെന്റ് ഡൊമിനിക് കോളേജ് എന്ന് പറയുന്നത്, കോട്ടയത്ത്. സെന്റ് ഡൊമിനിക്സ് കോളേജ്. പ്രദീപ് കുമാർ സാർ ഒന്ന് ലീവ് ചെയ്തു. അത് സാറിന് അഡ്രസ് ചെയ്യാൻ പറ്റുമോ? അത് ആക്ച്വലി ഐ ഡിഡ് നോട്ട് ഹിയർ ദ ക്വസ്റ്റ്യൻ. ഐ ഗോട്ട് എ കോൾ. 4 ഇയർ ഡിഗ്രി പ്രോഗ്രാം ആണ് കുട്ടി ചെയ്യുന്നത്. അപ്പൊ 4th ഇയറിൽ ഈ റിസർച്ച് പ്രോജക്റ്റ് ഒക്കെ ചെയ്യുന്ന ഡിഗ്രി പ്രോഗ്രാം ആണ്, അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആണ്. അത് കഴിഞ്ഞിട്ട് ഷീ വാണ്ട് ടു ജോയിൻ PhD ഡയറക്ട്ലി വിതൗട്ട് ഡൂയിങ് MSc. Is there any option for that? അത് പോസിബിൾ ആണ്. ഇപ്പോഴത്തെ NEP സിസ്റ്റം വെച്ച് പോസിബിൾ ആണ്, അല്ലെങ്കിൽ US-ലൊക്കെ അത് പോസിബിൾ ആണ്, ഇന്ത്യയിലും പോസിബിൾ ആണ്. ഇന്ത്യയിൽ പോസിബിൾ, IIT-ലാണെങ്കിൽ ഗേറ്റ് ഈസ് ദ ഫണ്ടമെന്റൽ എക്സാം യു ഹാവ് ടു റൈറ്റ്. ഗേറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം. താങ്ക് യു സർ. താങ്ക് യു. ശ്രീകുമാർ ശ്രീലക്ഷ്മി, ജാമിനെ കുറിച്ച് ഒരു ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു, ചോദിച്ചോളൂ. ശ്രീലക്ഷ്മി ഉണ്ടോ ഇവിടെ? വേറെ കുറച്ച് ആൾക്കാർ ചെയ്തിട്ടുണ്ട് സാർ. സാർ, എന്റെ പേര് അനഘ. ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഞാൻ ഫസ്റ്റ് ഇയർ ജിയോളജി സ്റ്റുഡന്റ് ആണ്. അപ്പോ ഈ ജാം എക്സാമില് മാസ്റ്റേഴ്സിന് എലിജിബിലിറ്റി ക്രൈറ്റീരിയയില് മൈനേഴ്സ് ഏതെങ്കിലും മാത്സ് വേണമെന്ന് മാൻഡേറ്ററി അങ്ങനെ ഉണ്ടോ? ഞാനിപ്പോ ഫിസിക്സ് കെമിസ്ട്രി ആണ് മൈനേഴ്സ്. അപ്പോ ആ എക്സാമിന് എലിജിബിൾ ആവുമോ? അത് ചില IIT-കളിലെ പ്രോഗ്രാമില് അവർ മാത്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. IIT ഭുവനേശ്വർ അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. അതൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അതൊക്കെ എടുത്ത് മിനിമം എലിജിബിലിറ്റി ക്വാളിഫിക്കേഷൻ ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട് നെക്സ്റ്റ് ജാമിലൊക്കെ. അതുകൊണ്ട് അതൊരു കൺസേൺ അല്ല ആക്ച്വലി. കറന്റ്ലി അങ്ങനെ ജിയോളജിക്ക് ഉണ്ടോ മാൻഡേറ്ററി? അത് തന്നെ ഓരോ അത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിപെൻഡന്റ് ആണ് ആക്ച്വലി. IIT ബോംബെയിൽ അതില്ല. അതെ. സർ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? സാർ, ഞാനിപ്പം BSc കെമിസ്ട്രി കഴിഞ്ഞിട്ട് ജാം എക്സാം എഴുതി നിൽക്കുകയാണ്. അപ്പം ഏത് IIT-യിലെ ഡിപ്പാർട്ട്മെന്റ് ആണ് ബെസ്റ്റ് എന്നൊന്ന് റെക്കമെൻഡ് ചെയ്യാവോ? ജാം റാങ്ക് വെച്ചാണ് നിങ്ങൾ അഡ്മിഷൻ കിട്ടുന്നത്. എനിക്ക് 42 ആണ് റാങ്ക് ഉള്ളത്.
അപ്പൊ ഏത് എസ്റ്റാബ്ലിഷ്ഡ് IIT നല്ലതാണ്? ഇപ്പം ഞാൻ IIT ബോംബെ എന്ന് പറഞ്ഞാൽ IIT ബോംബെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഏത് എസ്റ്റാബ്ലിഷ്ഡ് IIT മദ്രാസ് വെരി ഗുഡ് പ്രോഗ്രാം, IIT ബോംബെ ഗുഡ്, ഡൽഹി, ഏതെങ്കിലും ഇപ്പം ജിയോഗ്രഫിക്കൽ കൺസിഡറേഷൻ നോക്കുകയാണെങ്കിൽ ബോംബെ ഓർ മദ്രാസ് യു ക്യാൻ കൺസിഡർ. അതുപോലെ തന്നെ സർ ഒരു ക്വസ്റ്റ്യനും കൂടെ, MSc കഴിഞ്ഞതിന് ശേഷം അബ്രോഡ് PhD ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് എടുക്കേണ്ടത് MSc ചെയ്യുമ്പോൾ തന്നെ? അത് ഇവിടെ വന്നതിന് ശേഷം യു ലേൺ ആക്ച്വലി. ബട്ട് അതിന് പല ഇതുണ്ട്. റിസർച്ച് പ്രോജക്റ്റ് നല്ല രീതിയിലുള്ള പ്രോജക്റ്റ് ചെയ്യുക, പിന്നെ അക്കാഡമിക് എക്സലൻസ് കീപ്പ് ചെയ്യുക, CPA എല്ലാം നല്ലപോലെ എല്ലാ കോഴ്സിലും പെർഫോം ചെയ്യുക, പിന്നെ റെക്കമെൻഡേഷൻ ലെറ്റർ. അതായത് 3 വേണ്ടത് ആക്ച്വലി US-ൽ. ഇപ്പം US-ലൊക്കെ പോവേണമെങ്കിൽ പണ്ട് GRE എക്സാം വേണമെന്നുണ്ട്, അതൊക്കെ വെയ്ഡ് ആണ്. ഇപ്പൊ US-ലൊന്നും ആരും പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അതൊരു കൺസേൺ അല്ല ആക്ച്വലി. ഓക്കെ സർ, താങ്ക് യു. ന്യൂ IIT-കളിലേക്കാളും എസ്റ്റാബ്ലിഷ്ഡ് IIT കൺസിഡർ ചെയ്യുക. അതാണ് എൻ്റെ ഒരു സജഷൻ. ഓക്കെ സർ. പിന്നെ അതെ, എസ്റ്റാബ്ലിഷ്ഡ് ഫോറിൻ യൂണിവേഴ്സിറ്റീസുമായിട്ട് കൊളാബറേഷൻസ് ഉള്ള പ്രോസസ് ആണ് അവിടെ ഉള്ളതെന്ന് നിങ്ങളൊന്ന് നോക്കുക. അല്ലെങ്കിൽ അവരുടെ ലെറ്റർ നന്നാവും. ചോദിച്ചോളൂ. സർ, ഞാൻ 4 ഇയർ FIUGP BSc കെമിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ BSc കെമിസ്ട്രി ഓണേഴ്സ് കഴിഞ്ഞിട്ട് 1 ഇയർ MScക്ക് ഐസറിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ അറ്റൻഡ് ചെയ്യേണ്ട ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് സിലബസും അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് PhDക്കും സെയിം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് തന്നെയാണോ വരുന്നത്? ഇത് 1 വർഷത്തെ MSc കോഴ്സ് ഇവിടെ ഇല്ല, 2 വർഷത്തെ കോഴ്സാണ് ഐസർ കൊടുക്കുന്നത്. അതിന്റെ സിലബസ് നമ്മുടെ പരീക്ഷ ഒരേ പരീക്ഷയാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ സിലബസ് ഒന്ന് തന്നെയാണ്. പിന്നെ ജാം എഴുതിയ കുട്ടികൾക്കും ഇന്റഗ്രേറ്റഡ് PhDക്ക് വരാം, പക്ഷേ പ്രൊവൈഡഡ് ദേ പാസ് അവർ ഇന്റർവ്യൂ. 2 പേർക്കും ഇന്റർവ്യൂ ഉണ്ട്. IPHD ആണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ. മാസ്റ്റേഴ്സിനാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഇന്റർവ്യൂ ഇല്ല, നമ്മുടെ എക്സാം വഴി മാത്രമേ വരാൻ പറ്റുള്ളൂ. സർ, ജനറൽ കെമിസ്ട്രി അല്ലാതെ ഏതെങ്കിലും കെമിസ്ട്രി വേറെ ബ്രാഞ്ചുകൾ ഫോക്കസ് ചെയ്യുന്നുണ്ടോ? ഓർഗാനിക് കെമിസ്ട്രി അങ്ങനെ എന്തെങ്കിലും പരീക്ഷക്കോ? അല്ല, കോഴ്സുകളിൽ MScക്ക് ഇല്ല, ജനറൽ ആണ്. അത് ചില കോഴ്സസ് എലക്റ്റീവ്സ് ആണ്. ഇപ്പോൾ എലക്റ്റീവ്സ് ഉള്ള കോഴ്സ് ഇപ്പോൾ ഓർഗാനിക്കോ താല്പര്യമുള്ള കുട്ടിക്ക് കൂടുതൽ ഓർഗാനിക് കോഴ്സസ് എടുക്കാം. അതുപോലെ ഇനോർഗാനിക് താല്പര്യമുള്ള കുട്ടിക്ക് കൂടുതൽ ഇനോർഗാനിക് കോഴ്സസ് എടുക്കാം. There are mandatory courses and elective courses. Elective courses you can choose from a variety of courses. Okay sir, thank you. ഏത് വർഷമാണ് ആർഷിയ? ഏത് വർഷം ഇപ്പം 4 ഇയർ BS? സർ, ഞാൻ ഇപ്പോൾ സെക്കൻഡ് ഇയർ ആണ്. അത് ചിലപ്പോൾ 1 ഇയർ MSc പ്രോഗ്രാംസ് ഒക്കെ ഫ്യൂച്ചറിൽ വന്നു ഇരിക്കാം. സെർച്ച് പോസിബിലിറ്റി. നിങ്ങൾ 4 വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 1 ഇയർ MSc പ്രോഗ്രാംസ് പല ഇൻസ്റ്റിറ്റ്യൂഷൻസും തുടങ്ങിയിട്ടുണ്ടാവും. അതെ. സാറോട് ഡൗട്ട് ചോദിച്ചോട്ടെ? ഞങ്ങൾക്ക് 4th ഇയറിൽ റിസർച്ച് ആണ് വരുന്നത്. അപ്പൊ 4th ഇയറിൽ റിസർച്ചിന് വേണ്ടി മാത്രമായിട്ട് ഐസർ അല്ലെങ്കിൽ IITസിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ? അതിനെന്തെങ്കിലും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റോ കാര്യങ്ങളോ വരും? ഇല്ല, അത് ഇന്റേൺഷിപ്പ് ആണ്. അത് ഉദ്ദേശിക്കുന്ന റിസർച്ച് ഇന്റേൺഷിപ്പ് ആണ്. ഇപ്പൊ കുസാറ്റിലുള്ള കുട്ടികൾ, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലുള്ള കുട്ടികൾ 6 മാസത്തേക്ക് വരാറുണ്ട്. അതുപോലെ ചില യൂണിവേഴ്സിറ്റികളിലുള്ള കുട്ടികൾ വരാറുണ്ട്. അത് ഹോൾ സെമസ്റ്റർ ഐസറിലായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരിക്കും. അതിന് എൻട്രൻസ് ടെസ്റ്റ് ഒന്നുമില്ല. അത് അപ്രോച്ച് ചെയ്യുക, ഒരു ഫാക്കൽറ്റി അപ്രോച്ച് ചെയ്യുക, ഏതാണ് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളതനുസരിച്ച് ആ ഫാക്കൽറ്റി അപ്രോച്ച് ചെയ്യുക, പോസിബിൾ ആണെങ്കിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ സർ, താങ്ക് യു. ഐസറിലേക്കുള്ള ഇന്റേൺഷിപ്പുകൾ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഡിഗ്രിക്കാർക്കുള്ളത് അപ്ലിക്കേഷൻസ്? അത് ഞാൻ പറഞ്ഞില്ല, നമുക്കൊരു സ്ട്രക്ചേർഡ് പ്രോഗ്രാം ഇല്ല. അതായത് അതിനൊരു അപ്ലിക്കേഷൻ വിളിച്ച് ഇന്റേൺഷിപ്പ് കൊടുക്കാറില്ല. മുമ്പുണ്ടായിരുന്നു, അത് നമ്മൾ ഇപ്പോഴും നിർത്തിവെച്ചു. ഇപ്പോഴും 1-to-1 ആണ്. അതായത് ഫാക്കൽറ്റിയെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. അത് ഓരോ ഫാക്കൽറ്റിക്ക് സമയം മാറിക്കൊണ്ടിരിക്കും. എൻ്റെയൊക്കെ ഗ്രൂപ്പിലൊക്കെ വരുന്ന കുട്ടികൾ 1 വർഷം മുമ്പേ തന്നെ ഫിക്സ് ആയിരിക്കും. ഇപ്പൊ സെക്കൻഡ് ഇയറിലുള്ള കുട്ടികളായിരിക്കും ഇപ്പോഴും അപ്ലൈ ചെയ്യുന്നത്, അടുത്ത വർഷത്തേക്ക് വരാൻ വേണ്ടിയിട്ട്, അടുത്ത സമ്മറിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു വിസ്മയ. തിയററ്റിക്കൽ ഫിസിക്സിലെ സ്റ്റഡീസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഐസറിലെ സ്റ്റഡീസിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ബട്ട് EFRലും ഒക്കെ ഉള്ളതാണ്. എന്താണ് ചോദിക്കുന്നത്? തിയററ്റിക്കൽ ഫിസിക്സിന് വാട്ട് ഇൻ തിയററ്റിക്കൽ ഫിസിക്സ്? Will joining ISER facilitate my journey in theoretical physics anyhow? That is the question.
അത് എല്ലാ സ്ഥലത്തും ഐസറിൽ മാത്രമല്ല DIFR-ലായാലും IITസിലായാലും തിയറട്ടിക്കൽ ഫിസിക്സ് ഈസ് പാർട്ട് ഓഫ് ഫിസിക്സ് അല്ലേ. Specialization is at a later stage. You have to study both experimental physics and theoretical physics initially when you are joining for BSc degree. അതിനുശേഷമാണ് സ്പെഷ്യലൈസേഷൻ ഉണ്ടാവുന്നത്. അത് മച്ച് ലേറ്റർ. അതൊക്കെ പോസിബിൾ ആണ്. സർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. സർ നേരത്തെ മൈനറിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായില്ലേ, FIUGPന്റെ. അപ്പോൾ ഞാനിപ്പം BSc കെമിസ്ട്രി ആണ് പഠിക്കുന്നത്. അതിൻ്റെ അകത്ത് മൈനർ മാത്സും ഫിസിക്സാ ഫസ്റ്റ് സെം എടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ മാറ്റി. അപ്പോൾ ഞാൻ ജാമിന് പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് ടീച്ചേഴ്സിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് എക്സ്ട്രാ മാത്സിന്റെ കോഴ്സ് ഞാൻ മാറ്റിയത് കൊണ്ട് എടുക്കണം എന്നാണ്. MPTLോ അങ്ങനെ എന്തെങ്കിലും കോഴ്സ് എടുക്കാം, അങ്ങനെ വേണോ ജാമിന്? അപ്പം അങ്ങനെ ഒരു ഇതുണ്ടോ? കെമിസ്ട്രിക്ക് MSc കെമിസ്ട്രി പ്രോഗ്രാമിനാണോ? അതെ. അത് ഈ ജാമിന് ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഓക്കെ, ഞാൻ ചാറ്റിലിടാം. അതിൽ മിനിമം എലിജിബിലിറ്റി ക്വാളിഫിക്കേഷൻ ഇപ്പോഴത്തത് ഓരോ വർഷവും അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പം ചില IITകളിലൊക്കെ ചില മാത്സ് നിർബന്ധമായിട്ട് വേണമെന്ന് ഇട്ടേക്കാം. പക്ഷെ അതൊക്കെ മാറാൻ സാധ്യതയുണ്ട്. ദർ ഇസ് എ ലൈക്ക് ഡിസ്കഷൻ ഗോയിങ് ഓൺ. അത് ചേഞ്ച് ചെയ്യണമെന്ന്, വളരെ ജനറൽ ആയിരിക്കണം ഈ NEP കാരണം എന്നുള്ള ഒരു ഇതുകൊണ്ട്. അതുകൊണ്ട് അതൊരു പ്രശ്നമായി മാറാൻ വഴിയില്ല ആക്ച്വലി. ഓക്കെ സർ, അപ്പോ ഈ സെമ്മില് മൈനർ ഞാൻ വീണ്ടും മാത്സ് എടുക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെ പിന്നെ ഞാൻ ഇപ്പൊ ചെയ്യുന്ന മൈനറിനെ ഇപ്പൊ ഈ സെമസ്റ്ററിൽ ഈ മൈനർ കണ്ടിന്യൂ, അടുത്ത സെമസ്റ്ററിൽ വേണമെങ്കിൽ മാത്സ് എടുക്കുക. പ്ലസ് ടുവിൽ മാത്സ് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. then it's no problem. ഓക്കെ സർ, താങ്ക് യു. ഇനി കുറച്ച് റിസർച്ചിനെ കുറിച്ചുള്ള ചോദ്യങ്ങളുണ്ട്. അതിലെ ഒരു വളരെ ജനറലായ ചോദ്യം, സ്കോപ്പ് ഓഫ് ഡൂയിങ് PhD ഇൻ ഇന്ത്യ. സുരേഷൻ സ്റ്റാർട്ട്. ഇന്ത്യ ചെയ്യണോ വിദേശത്ത് ചെയ്യണോ എന്നാണ് ചോദ്യം സർ. യുവർ ഇൻട്രസ്റ്റ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഞാനിപ്പോ അറ്റ്ലീസ്റ്റ് ഞാൻ ഇന്ത്യയിൽ നിന്ന് PhD ചെയ്താണ്. എൻ്റെ കൊളീഗ്സ് ഏകദേശം നമുക്ക് 120 പരം ഫാക്കൽറ്റി മെമ്പേഴ്സ് ഉണ്ട്. അതിൽ മെജോറിറ്റി സിംഹഭാഗം ആൾക്കാരും ഇന്ത്യയിൽ നിന്ന് തന്നെ PhD ചെയ്തവരാണ്. കുറച്ച് പേരൊക്കെ പുറത്തുനിന്ന് ഉള്ളവരുണ്ടാവും. ദാറ്റ്സ് യുവർ ഇൻട്രസ്റ്റ് വെറെവർ യു വാണ്ട്. ഇന്ത്യയിൽ ഇപ്പോഴും ഫെസിലിറ്റിക്ക് മോസ്റ്റ് ഓഫ് ദ IITസും ഐസറിലും അതുപോലെ TIFR, ഈവൻ സം ഓഫ് ദ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, ഈ ലോകത്തിലുള്ള ഏതൊരു യൂണിവേഴ്സിറ്റിയെ പോലെ തന്നെ പിടിക്കുന്ന അത്രയും ഫെസിലിറ്റി ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഇന്ത്യയിലുള്ളത്. എവിടെ പോയാലും ഇന്ത്യയിലെ PhDക്ക് ഇന്ത്യ PhD is valued actually as good as US PhD. കനാസാറ് മിക്ക ടോക്കിലും പറയാറുള്ളതാണ് തിരുവനന്തപുരം വിമൻസ് കോളേജിൽ നല്ല റിസർച്ച് ഫെസിലിറ്റി ഉണ്ടായിരുന്നു. അതെ, അത് സുരേഷൻ പറഞ്ഞ പോലെ ഞാൻ അഗ്രി ചെയ്യുന്നു. എൻ്റെ PhD അബ്രോഡ് ആണെങ്കിലും ഞാൻ പറയുന്നത് ഇന്ത്യയിൽ ഇതിപ്പോ ഒരു കൺസേണേ അല്ല. എവിടെ പോയാലും പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. എന്ത് ചെയ്യുന്നു, നിങ്ങൾ പെർഫോം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്, നിങ്ങളെ എക്സ്പീരിയൻസും. അതെ, your currency is your publications and your CV. So wherever you can make a better CV, that's where you should go. ആൽബർട്ട് ഐൻസ്റ്റീൻ എവിടെ പഠിച്ചതെന്ന് ആരും ചോദിക്കാറില്ലല്ലോ എന്ന് പറഞ്ഞ പോലെയാണ്. നമുക്ക് റിസർച്ചിനെ സംബന്ധിച്ച് ഓപ്റ്റിക്സിന് പറ്റിയ ഇൻസ്റ്റിറ്റ്യൂഷൻ, റിസർച്ച് ചെയ്യാൻ പറ്റിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിൽ ഏതുണ്ടെന്ന് വെച്ചു? അതെ, ഞാൻ തുടങ്ങാം, പിന്നെ പ്രദീപ് സാറിന് ആഡ് ചെയ്യാം. ഒപ്റ്റിക്സ് ഈ പറഞ്ഞ പോലെ ഒരു ഫീൽഡാണ്. ഈ പറഞ്ഞ പോലെ ഇത് എല്ലാ ലീഡിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും ഒപ്റ്റിക്സിനെ കുറിച്ച്, ഒപ്റ്റിക്സിലെ ഒരു റിസർച്ച് ഡൊമൈനാണ്. ഫോർ എക്സാമ്പിൾ IIT ഡൽഹിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ വളരെ വെൽ നോൺ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഒരുപാട് ആൾക്കാരിൽ വെൽ നോൺ ഫിഗേഴ്സ് ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇപ്പൊ TIFR മാത്രം നോക്കിയാലും TIFR-ലും ഒപ്റ്റിക്സ് ഒരു കോർ റിസർച്ച് തീമാണ്. പലതരത്തിലുള്ള ഒപ്റ്റിക്സ്. ഈ ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവെൻഷണൽ റിസർച്ച് ആസ്പെക്ട്സ് മാറിയിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലെൻസിങ്, അങ്ങനെയുള്ള പല രീതിയിലുള്ള റിസർച്ച് ഡയറക്ഷൻസ് ഒപ്റ്റിക്സ് എന്നുള്ള ഒരൊറ്റ ഫീൽഡിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ IITs ലീഡിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ഒപ്റ്റിക്സ് ഒരു കോർ റിസർച്ച് ഡൊമൈൻ ആണ്. ഒപ്റ്റിക്സ് ആൻഡ് ഫോട്ടോണിക്സ് എന്ന് പറയുന്നത് പല പേരുകളിൽ അറിയപ്പെടും. ഈ പറഞ്ഞ പോലെ ഫീൽഡ് എക്സ്പാൻഡ് ചെയ്തിട്ട് പലതരത്തിലുള്ള സ്മാൾ റിസർച്ച് വിങ്സ് ആയിട്ട് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ടെന്ന് മാത്രം. പക്ഷേ ആൾമോസ്റ്റ് എല്ലാ ലീഡിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും ഒപ്റ്റിക്സ് ഈസ് വൺ ഓഫ് ദ കോർ റിസർച്ച് direction, and I think it is going to be like that because photonics-ലും അല്ലെങ്കിൽ ഫോട്ടോണിക്സ് വേരിയസ് ആസ്പെക്ട്സ് കമ്മ്യൂണിക്കേഷനും കൂടി വരുമ്പോൾ ഈ ഒരു
ആസ്പെക്ട് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഈ ഒരു ഏരിയക്ക് എന്നും ഹോട്ട് റിസർച്ച് ആയിട്ട് തന്നെ നിലനിൽക്കും. ഓക്കെ, ബയോസയൻസസിലെ റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് അത് വൈഡ് വെറൈറ്റി ആണ്. നിങ്ങൾ 3 പേരും അതൊന്ന് ചെറുതായി സൂചിപ്പിച്ചാൽ നന്നായിരിക്കും. അതെ, ഞാൻ തുടങ്ങുകയാണെങ്കിൽ ഇപ്പൊ ബയോളജിക്കൽ സയൻസസിൽ ഈ പറഞ്ഞ പോലെ ഇതേ പറഞ്ഞ പോലെ തന്നെയാണ് ഒരു ഇന്റർഡിസിപ്ലിനറി ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രാഞ്ചാണ്. അതില് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ലീഡിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഈ പറഞ്ഞ പോലെ എല്ലാ ലീഡിങ് സ്ഥാപനങ്ങളും IITs ആണെങ്കിലും ഐസേഴ്സിലാണെങ്കിലും ഒക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള റിസർച്ച് ഗ്രൂപ്പ്സുകളുണ്ട്. അതുപോലെ തന്നെ TFRന്റെ കീഴിലുള്ള ബയോളജിക്കൽ സയൻസസിൽ കോർ ഫോക്കസ് ചെയ്യുന്ന ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നാഷണൽ സെന്റർ ഫോർ ബയോളജിക്കൽ സയൻസസ് എന്ന് പറഞ്ഞാൽ NCBS ബാംഗ്ലൂരിലുള്ളത്. ഒരുപാട് പേര് കേട്ട റിസർച്ച് ഗ്രൂപ്പ്സും ആൾക്കാരും ഉള്ള ഒരു സ്ഥാപനമാണ് NCBS, ഇന്റർനാഷണലി വെൽ റെപ്യൂട്ടഡ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഹൈദരാബാദിലെ ഒരു കോർ ബയോളജി റിസർച്ച് ചെയ്യുന്ന ഗ്രൂപ്പ് ഉണ്ട്. ബോംബെയില് അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോളജിക്കൽ സയൻസസ് ഉണ്ട്. അവിടെയും വളരെ പേരുകേട്ട പല റിസർച്ച് ഗ്രൂപ്പ്സും ഉണ്ട്. ഇതൊക്കെയാണ് TFRനെ സംബന്ധിച്ച്. ഞാൻ പറഞ്ഞ പോലെ തന്നെ TFR അല്ലാതെ ഈ റിനൗണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, റിനൗണ്ട് IITസിലും ഐസേഴ്സിലും ഒക്കെ ബയോളജിക്കൽ സയൻസസിൽ റിസർച്ച് നടക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സർ. ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ് ഇത്. PhD ചെയ്താൽ ജോലി സാധ്യത എന്താണ്? പിന്നെ ഇന്ത്യയിലെ സാലറി PhD-കാർക്ക് കുറവല്ലേ എന്നൊക്കെ ഒരു ചോദ്യമുണ്ട്. നേരത്തെ അഡ്രസ് ചെയ്താണെങ്കിലും അതേക്കുറിച്ച് പ്രദീപ് കുമാർ സാർ ഒന്ന് സൂചിപ്പിച്ചാൽ നന്നായിരിക്കും. ഇത് സാലറി നമ്മൾ ആദ്യം ചോദിക്കുക, നമ്മൾ സാലറിക്ക് വേണ്ടിയാണോ നമ്മൾ റിസർച്ച് ചെയ്യുന്നത്? സാലറി ഈസ് എ ബൈ പ്രോഡക്റ്റ്. സോ നമുക്ക് ഇൻട്രസ്റ്റ്, ഇപ്പോൾ നിങ്ങളിപ്പോൾ റിസർച്ചിലോട്ട് പോകുന്നവരുടെ പറയുന്നത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാനുള്ള ഒരു ഏരിയയാണ് PhD എന്നുള്ളത്. ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ യു ഷുഡ് നോട്ട് ഗെറ്റ് ഇൻ ടു റിസർച്ച് ആൻഡ് ലേറ്റർ റിഗ്രറ്റ് അബൌട്ട് വാട്ട് യു ആർ ഡൂയിങ് ആക്ച്വലി. അപ്പോൾ സാലറി നിങ്ങൾ നല്ലപോലെ പെർഫോം ചെയ്ത് നിങ്ങളൊരു പാഷനേറ്റ് ആയിട്ട് റിസർച്ച് ചെയ്ത് it's a long way, but opportunities will come to you. അപ്പം സാലറി ഏരിയ വൈസ്ഡ് ആണ്. ചില ഏരിയകളിൽ നിങ്ങൾക്ക് ബെറ്റർ സാലറി കിട്ടിയെന്നിരിക്കും. കാരണം രണ്ട് രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളത് PhD കഴിഞ്ഞാൽ. ഒന്ന് ഇൻഡസ്ട്രി, പിന്നെ അല്ലാതെ മറ്റത് അക്കാഡമിയ. അക്കാഡമിയയിൽ ഇപ്പം സ്റ്റാർട്ടിങ് ഫ്രം കോളേജ്, യൂണിവേഴ്സിറ്റി, ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ആ രീതിയിലുള്ള ഒരു സ്ട്രീമുണ്ട്. പിന്നെ ഇൻഡസ്ട്രിയിലാണെങ്കിൽ ഡിപ്പെൻഡ്സ് ഓൺ ദ ഏരിയ. ഇപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി റിലേറ്റഡ് തിങ് ആണെങ്കിൽ, ബയോളജി ആണെങ്കിൽ ഫാർമ ഇൻഡസ്ട്രി, ആ രീതിയിലുള്ള ഒരു രീതിയിൽ പോകും. പിന്നെ ചില ആൾക്കാർ ഫിസിക്സിലൊക്കെ ചെയ്യുന്നവർ വേറെ കമ്പ്യൂട്ടർ സയൻസിലോട്ട് പിന്നെ PhD കഴിഞ്ഞിട്ട് മാറുന്നവരുമുണ്ട് ആക്ച്വലി. അപ്പം ഇതെല്ലാം ഡിപ്പെൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ജനറൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇതിൽ ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് കൂടുതൽ സാലറി കിട്ടാൻ പോകുന്നത്, കിട്ടല്ല. പക്ഷെ നിങ്ങൾ പാഷനേറ്റ് ആണെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ആൾവേസ് വിൽ ബി ദേർ ആക്ച്വലി. സോ ദിസ് ദ ജനറൽ. അത്യാവശ്യം ക്ഷമയും പെർസീവറൻസും പിന്നെ ആ ഫീൽഡിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിലേക്ക് വരാം. അതാണ് എനിക്കതേ കുറിച്ച് പറയാനുള്ളത്. കനാ സാറിന് കമന്റ് ചെയ്യാനുണ്ടോ എന്തെങ്കിലും? ഇല്ല, എന്താണ് ഈ ബെറ്റർ സാലറി എന്നുള്ളതൊക്കെ അത് പേഴ്സണൽ ഡെഫിനിഷൻ ആണ്. എന്താണ് ബെറ്റർ എന്നുള്ളത് എന്റെ ബെറ്റർ ആയിരിക്കില്ല ഇത് ചോദിച്ച ആളുടെ ബെറ്റർ. അപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ചോളം ഇപ്പൊ ഞാനിപ്പോ സയൻസ് പഠിച്ചാണ്, എനിക്കൊക്കെ മച്ച് ബെറ്റർ സാലറിയാണ് കിട്ടുന്നതാണെന്ന് എൻ്റെ ഒരു ധാരണ. നമ്മളെല്ലാവർക്കും ഇപ്പൊ പ്രദീപനായാലും നാരായണനായാലും നമ്മൾക്കൊക്കെ നല്ല സാലറിയാണ് കിട്ടുന്നത്. അതിപ്പോ നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് കാണി കൂടുതലാണ് കിട്ടുന്നത്. ഇപ്പോൾ എൻ്റെ സ്റ്റുഡൻ്റ് ഇപ്പൊ നമ്മുടെയൊക്കെ സ്റ്റുഡൻസ് ഇപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ കാണി കൂടുതലാണ് അവർക്ക് യൂഷ്വലി സാലറി കിട്ടുന്നത്. ഇൻഡസ്ട്രിയൊക്കെ ആണെങ്കിൽ they get very very high salary, especially in some subjects. അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. അതെ, മാനേജ്മെന്റോ MNCസിലൊക്കെ പോകുന്നവർക്ക് ഒരുപക്ഷെ ഇതിന്റെ ഇരട്ടിയോ ഒക്കെ സാലറി വരുന്നുണ്ടാവും. അത് വേറൊരു കാര്യമാണ്. പ്രശ്നങ്ങളും അതിന്റെ കൂടെ കാണും. അതെ, മാത്തമാറ്റിക്സിലൊക്കെ PhD ചെയ്ത് നല്ല കമ്പനിയിലൊക്കെ ചെയ്താൽ നമ്മുടെയൊക്കെ 10 ഇരട്ടിയായിരിക്കും അവരുടെ സാലറി. മെഡിസിൻ ഓർ റിസർച്ച് ചോദ്യം അഡ്രസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതേക്കുറിച്ച് പറയാനില്ല. ഒരു സബ്ജക്ട് റിലേറ്റഡ് ഒരു ചോദ്യമാണ്. NCERT tells physics ആണ്, how stars are born and die, but I heard real research is about things we don't know yet. What's one mystery about stars or galaxies that NCERT doesn't cover but you wish every curious 12th grader know?
അല്ല അതിനുള്ള ഒരു സെഷൻ അല്ലല്ലോ ഇത്. ഇപ്പൊ അല്ല 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 അത് ഒരു വിട്ടേക്കാം. പഠിപ്പിക്കാനുള്ള സെഷൻ അല്ല ഇത്. അപ്പൊ അല്ല സോ ഐ തിങ്ക് അത് നമ്മൾ വിടുന്നു. ഓക്കെ, ഫസ്റ്റ് സെം അണ്ടർ ഗ്രാജുവേറ്റ്സിന് ഇത് ചെയ്യാൻ, ഇന്റേൺഷിപ്പ് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്നാണ് ചോദ്യം. ഫസ്റ്റ് സെമ്മിലല്ല വരിക, അത് 5th സെമ്മോ മറ്റോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ സാർ? ഫസ്റ്റ് അല്ല സെം ഞങ്ങൾ UG സ്റ്റുഡൻസിന് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവാറില്ലല്ലോ. ഉണ്ട്. ഉണ്ട്. ഇപ്പൊ അതെ അതെ, അവർക്കും അപ്ലൈ ചെയ്ത അങ്ങനെ ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ല. ഫസ്റ്റ് സെം സെക്കൻഡ് സെം അങ്ങനെയൊന്നുമില്ല. തീർച്ചയായിട്ടും ഉണ്ട്, തീർച്ചയായിട്ടും. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ ഇന്റേൺഷിപ്പ് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ IIT-ലോ ഐസറിലോ ഒക്കെ ഉണ്ടോ? ക്വാണ്ടം കമ്മ്യൂണിറ്റി ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി. ഞാൻ തുടങ്ങുകയാണെങ്കിൽ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ എമർജിങ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ ഡിഫറെന്റ് ആസ്പെക്ട്സിൽ ഈ പറഞ്ഞ IIT ബോംബെയിലുണ്ട്, പ്രദീപ് സാർ പറയും. എല്ലാ IISR തിരുവനന്തപുരത്തുണ്ട് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ ഡിഫറെന്റ് ആസ്പെക്ട് ചെയ്യുന്നത്. ഇവിടെ ഞങ്ങൾ TIFR-ലുണ്ട്. അപ്പോൾ ചില ഗ്രൂപ്പ്സ്, അത് ഇന്ത്യയിൽ തന്നെ ഐഡന്റിഫൈ ചെയ്ത കുറച്ച് ഗ്രൂപ്പ്സ് ആണ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ ചില ഏരിയാസിൽ വർക്ക് ചെയ്യുന്നത്. അതിലിപ്പോ അതിന്റെ സ്പെസിഫിക് ആസ്പെക്ട്സിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ അതാ പറഞ്ഞ, അപ്പൊ റിസർച്ച് ഗ്രൂപ്പിനെ ഐഡന്റിഫൈ ചെയ്യണം. ഐസർ തിരുവനന്തപുരത്ത് നല്ലൊരു ഗ്രൂപ്പ് ഉണ്ട്, TIFR ഹൈദരാബാദിലുണ്ട്, TIFR ബോംബെയിലുണ്ട്, IIT ബോംബെയിലുണ്ട്, മറ്റു ചില IITs-ലും ഒക്കെ ഉണ്ട്. അപ്പോ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്. അപ്പൊ അങ്ങനെ പല ദിക്കിലും ഇത്തരം ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്നുള്ള ഒരു ഏരിയയിൽ റിസർച്ച് ചെയ്യുന്ന ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ആ PIs-നെ കോണ്ടാക്ട് ചെയ്തിട്ട് അതിനുള്ള ഒരു സാധ്യത തേടേണ്ടതാണ്. ഓക്കെ, ജനറൽ ആയിട്ട് ക്വാണ്ടം ഫീൽഡ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതും ഇതേ ആൻസർ ഒക്കെ തന്നെയാവും. ക്വാണ്ടം ഫീൽഡിൽ എക്സ്പീരിയൻസ് കിട്ടാനായിട്ട്, ഈ ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് കിട്ടാനായിട്ട് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് എന്നാണ്. ക്വാണ്ടം ഫീൽഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഏരിയാസ് വരുമല്ലോ സാർ. പ്രദീപ് കുമാർ സാർ അതൊന്ന് അഡ്രസ് ചെയ്തോളൂ. അതെ, അത് ഇപ്പോൾ ഇത് വളരെ വാസ്റ്റ് ഏരിയയാണ്. ഇപ്പം ഗവൺമെന്റ് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഈ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. അപ്പം അതിനനുസരിച്ച് മാൻ പവർ ആവശ്യമുണ്ട്. ഇതൊരു ബൂമിങ്, ഇപ്പൊ കറന്റ്ലി ഈസ് എ ബൂമിങ് ഏരിയ ആക്ച്വലി. ലോട്ട് ഓഫ് മിഷൻ പ്രോജക്ട്സ് ആർ ദെയർ, ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഗെറ്റിംഗ് ഇൻ ടു ഇറ്റ്. ഇപ്പം അത് എല്ലാ IIT-ലെ എസ്റ്റാബ്ലിഷ്ഡ് IIT, ISR, TIFR അങ്ങനെയുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ എല്ലാം, ചില CSR ലാബുകളിലും എല്ലാം ഇതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് ഡയറക്റ്റ് ആയിട്ട് ഫാക്കൽറ്റിയെ കോൺടാക്ട് ചെയ്യുക. ഈ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ഫാക്കൽറ്റിയെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക, അവർക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതി നോക്കുക. എന്നാ അങ്ങനെയാണ് അതിന് ഉള്ള പ്രോസസ്. ഓക്കെ, അടുത്തൊരു ചോദ്യം ഉള്ളത്, മാസ്റ്റേഴ്സിൽ ഈ ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ്. ഓൾറെഡി അഡ്രസ് ചെയ്ത് കഴിഞ്ഞു. തീർച്ചയായിട്ടും ഉണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ PIs-നെ അപ്രോച്ച് ചെയ്യാന്നുള്ളതാണ്, കോണ്ടാക്ട് ചെയ്യാന്നുള്ളതാണ് ആദ്യം വേണ്ടത്. ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് അവരുടെ പ്രോസസ് വഴി കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും ഉചിതം. ഓക്കെ, UG കഴിഞ്ഞിട്ട് PG ചെയ്യുമ്പോൾ സ്കോളർഷിപ്സ് ഉണ്ടോ? അങ്ങനെയില്ല. സോറി, അതായത് ടീച്ചേഴ്സ് വഴി കോണ്ടാക്ട് ചെയ്യണമെന്നില്ല. ഇപ്പൊ നമ്മൾക്ക് വരുന്ന ചില ഇന്റേൺഷിപ്പിന്റെ ഫോർമാറ്റ് ഒക്കെ എല്ലാവർക്കും അഡ്രസ് ചെയ്ത ഒരു ഡിയർ പ്രൊഫസർ എന്ന് വെച്ചാൽ ഒരുപാട് CC വെച്ചിട്ട് കുറെ പ്രൊഫസേഴ്സിന് മേലേക്കും. അതൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് ആരും അത് കൺസിഡർ ചെയ്യില്ല. നമ്മൾക്ക് കിട്ടുന്ന ഇമെയിൽ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു കോമൺ ഇമെയിൽ, I like your റിസർച്ച് ഫീൽഡ്. എന്താണ് ആ റിസർച്ച് ഫീൽഡ് എന്ന് പറയാതെ, ഒരാളുടെ ഏരിയ ഇഷ്ടമാണെങ്കിൽ അദ്ദേഹത്തിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് എന്താണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതിന് ഒരു ബ്രീഫ് ചെയ്തിട്ട് ആ SOP-യിൽ അത് ക്ലിയർ ആയിട്ട് കാണിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഒരു കോമൺ ആയ മെയിൽ എഴുതിയിട്ട് എല്ലാവർക്കും CC വെച്ച് അയച്ചാൽ ആരും അത് കൺസിഡർ ചെയ്യില്ല. ഇതൊരു പോയിന്റ് നോട്ട് ചെയ്യേണ്ടതാണ്. ഐഡിയലി സ്റ്റുഡൻസ് തന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ് ബെറ്റർ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ, നോട്ട് ത്രൂ ടീച്ചേഴ്സ്. ഒരു ടേം ഉപയോഗിച്ച് SOP എന്താണെന്ന് ഒരു 2 സെന്റൻസ് ഒന്ന് പറയൂ സർ. അല്ല, എന്തിനാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്, എന്തിനാണ് ചെയ്യുന്നത്, വൈ യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ മൈ ഫീൽഡ്. ഇപ്പൊ എന്റെ ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നതിൽ എനിക്കറിയണം വൈ ദാറ്റ് സ്റ്റുഡന്റ് ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ഡൂയിങ് റിസർച്ച് ഇൻ മൈ ഫീൽഡ്, അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് എന്തിനാണെന്നുള്ളത്. അത് പേഴ്സണൽ അഡ്രസ്സ് തന്നെ ആയിരിക്കണം ആ ഒരു ഫീൽഡിലേക്കുള്ള. അതിപ്പോൾ നിങ്ങൾ പുറത്തേക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ഇതാണ്, ജനറലി ഇതാണ് ഇഷ്യൂ. ജർമ്മനിയിലും US-ലും
ആൾക്കാർ MSc കഴിഞ്ഞ കുട്ടികൾ ഇവിടുന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കോമൺ ഇമെയിലാണ് അയക്കുന്നത്, എന്നിട്ട് എല്ലാവർക്കും CC വെച്ചേക്കും, അല്ലെങ്കിൽ സെയിം ഇമെയിൽ വീണ്ടും വീണ്ടും അയച്ചുകൊണ്ടിരിക്കും. അതാരും കൺസിഡർ ചെയ്യില്ല. ബേസിക്കലി നമ്മൾ ആ ഫീൽഡ് പഠിച്ച് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡിൽ മാത്രം അതൊരു വളരെ പേഴ്സണലൈസ്ഡ് മെയിലായിരിക്കണം. ജസ്റ്റ് ഇതിലൊരു ആഡ് ചെയ്യാനുള്ളത്, ഇപ്പൊ ഒരു മാൻഡേറ്റ് ആക്കിയതുകൊണ്ട് ഞങ്ങൾക്ക് പലർക്കും എനിക്ക് ഉറപ്പുണ്ട്, സുരേഷിനും പ്രദീപിനും ഒക്കെ ഹൺഡ്രഡ്സ് ഓഫ് മെയിൽസ് ആണ് ഒരു 6 മാസത്തിന്റെ ഉള്ളിൽ വരിക ഈ ഇത്തരം ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ സുരേഷൻ പറഞ്ഞ പോലെ ഒരു കോമൺ മെയിലാ വരിക, അതല്ലെങ്കിൽ ChatGPT ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സാധനം. ഇത് രണ്ടും നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. തീർച്ചയായിട്ടും അതല്ല, ഞങ്ങൾ അങ്ങനെയുള്ള കുട്ടികളെ ഞങ്ങൾ എന്റർടൈൻ ചെയ്യാൻ താല്പര്യമില്ല. കാര്യമായിട്ട് അവർക്ക് ഒരു ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് ഞങ്ങളുടെ സമയം അതിന് വേണ്ടിയിട്ട് കുട്ടികളുടെ ട്രെയിനിങ്ങിന് വേണ്ടി മാറ്റി വെക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ട് അത്രയും കോർ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത് ആ ഫീൽഡ് പഠിച്ച് എഴുതി കുട്ടികൾക്ക് ഇമെയിൽ അയക്കുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ കുട്ടികളെ അയക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഫീൽഡ് ഐഡന്റിഫൈ ചെയ്യാം, എന്നിട്ട് ആ റിസർച്ചറിന് എന്താണ് ചെയ്യുന്നത്, അദ്ദേഹത്തിന് ഏത് ഫീൽഡിലാണ് താല്പര്യം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം മെയിൽ അയക്കാൻ നോക്കുക. അതായത് SOP നിങ്ങൾ സ്വയം തയ്യാറാക്കുന്നതാവണം. അതില് ഒരു താല്പര്യം കാണിക്കണം. ആരോടാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കണം, അവരുടെ റിസർച്ച് ഇൻട്രസ്റ്റ് മനസ്സിലാക്കണം, അതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ഒന്ന് ആരായണം, കുറച്ചൊന്ന് വായിക്കണം, എന്നിട്ട് തയ്യാറാക്കുക. അല്ലാതെ SOP റെഡിമെയ്ഡ് SOP ആരെ കൊണ്ടെങ്കിലും ഗടാഗടിയൻ വാചകങ്ങളൊക്കെ എഴുതി ചേർക്കാം, അതില് ഒരു കാര്യവും ഉണ്ടാവില്ല. നാരായണൻ പറഞ്ഞതുപോലെ ഈ ChatGPT-യുടെ മെയിൽ ഇഷ്ടം പോലെ വരും. അത് ഇമ്മീഡിയറ്റ് ഡിലീറ്റ് ബട്ടൺ ആണ്. ഈവൻ ഒരു സെക്കൻഡ് പോലും നോക്കാറില്ല. അത് മാത്രമാണ് അത് ഡിസേർവ് ചെയ്യുന്നത്. ഇത് ഇപ്പൊ സംസാരിച്ച വിഷയങ്ങളോടനുബന്ധിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ആകാം, ഇല്ലെങ്കിൽ നമുക്ക് 1-2 ചോദ്യങ്ങൾ കൂടി ഉണ്ട്, അതിലേക്ക് പോകാം. PG സ്റ്റഡീസിന് UG കഴിഞ്ഞിട്ട് PG സ്റ്റഡീസിന് എത്തുന്നവർക്ക് സ്കോളർഷിപ്പിന് എന്തെങ്കിലും ചാൻസസ് ഉണ്ടോ ഇവിടെയൊക്കെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് ഇന്റഗ്രേറ്റഡ് PhD പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ ഈ പുതിയ മാൻഡേറ്റ് അനുസരിച്ചിട്ട് എക്സിറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോ ഫണ്ട് അങ്ങനെ അവർക്ക് ആദ്യത്തെ ഇനീഷ്യൽ ഇയേഴ്സിൽ ഈ ഡ്യൂറിങ് ദെയർ MSc itself they can get funded. പക്ഷെ ഞങ്ങൾ അത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഞങ്ങൾ ഇഫ് യു ജോയിൻ ഹിയർ ഫോർ ഇന്റഗ്രേറ്റഡ് PhD പ്രോഗ്രാം ഈ PhD കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നിൽക്കണം എന്നാണ് ഞങ്ങൾ പറയുക. പക്ഷെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ആ ഇനീഷ്യൽ ഇയേഴ്സിൽ ഒരു തരം ഫെലോഷിപ്പ് ഉണ്ട്. IPHD ഞാൻ പറഞ്ഞില്ല, IPHD ഐസറിൽ ജോയിൻ ആയ IPHD സ്റ്റുഡൻസിന് മാസ്റ്റേഴ്സ് ഫസ്റ്റ് ഇയർ മുതൽ തന്നെ പൈസ കിട്ടും. 12,500 പെർ മന്ത് കിട്ടുന്നത് 2 വർഷം. അത് കഴിഞ്ഞ ശേഷം പിന്നെ നോർമൽ PhD-യുടെ ഫെലോഷിപ്പാണ് കിട്ടുന്നത്. അത് PhD-ലേക്ക് പോകുമ്പോൾ 3-ാമത്തെ വർഷം മുതൽ. പക്ഷേ അവിടുന്ന് ക്വിറ്റ് ചെയ്യുന്നവർക്ക് ഒരു പണിഷ്മെന്റ് ഉണ്ട്. അതായത് 1 more ഇയർ എക്സ്ട്രാ അവർ സർവ് ചെയ്യണം ആസ് മാസ്റ്റേഴ്സ്. അപ്പൊ 3 വർഷം മാസ്റ്റേഴ്സ് ആവും. IPHD മാസ്റ്റർ കഴിഞ്ഞ് ക്വിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഈ നോർമൽ MSc പ്രോഗ്രാമിൽ 2 ഇയർ MSc പ്രോഗ്രാമിൽ ഇപ്പോഴത്തെ കറണ്ട് സ്ട്രക്ചർ വെച്ചിട്ട് ഫെലോഷിപ്പ് ഇല്ല. പക്ഷെ ഇത് ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്, അവർക്ക് എങ്ങനെയെങ്കിലും ഫെലോഷിപ്പ് കൊടുക്കാൻ പറ്റുന്നുള്ള ഫ്യൂച്ചറിൽ ഇത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇൻസ്പയർ ഫെലോഷിപ്പ് ഇന്റഗ്രേറ്റഡ് BSMS പ്രോഗ്രാമിനാണ് ഉള്ളത്. ഈ ഫെലോഷിപ്പ് ഉണ്ടല്ലോ. അതെ അതെ അതെ, അത് ഇൻസ്പയർ മാസ്റ്റേഴ്സിനും കിട്ടും. അവര് ടോപ്പർ ആയിരുന്നെങ്കിൽ അത് DST കൊടുക്കുന്നല്ലേ. അതെ അതെ അതെ. അടുത്തതിന്റെ സ്കോപ്പിനെ കുറിച്ചാണ്. മാത്തമാറ്റിക്സിൽ സ്റ്റഡി ചെയ്താൽ അതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, അപ്പൊ AI ഒക്കെ വരുമ്പോ എങ്ങനെയാണ് എന്നൊക്കെ ഒരു ചോദ്യം. മാത്സിലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് റിസർച്ച് ഒക്കെ ചെയ്താൽ ഒരുപാടുണ്ട്. കാരണം ഞാൻ ഫോർ എക്സാമ്പിൾ സെന്റർ ഫോർ അപ്ലിക്കബിൾ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ അപ്ലിക്കബിൾ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ സെന്ററിന്റെ വരുന്നത് TFR-ന്റെ കീഴിലുള്ളത്. അപ്പോ അവര് കംപ്ലീറ്റ് ഹാർഡ് കോർ മാത്തിലെ പോലെ മോഡൽസ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ CAM സെന്റർ ഫോർ അപ്ലിക്കബിൾ മാത്തമാറ്റിക്സിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു കുട്ടി ഞങ്ങളുടെ NMR കോഴ്സിന് വേണ്ടി വന്നു. കംപ്ലീറ്റ്ലി ഒരു ഡിഫറെന്റ് ഡൊമെയിൻ ആണ്. അപ്പോൾ NMR-ൽ മെത്തഡോളജി ഡെവലപ്മെന്റ് ആണ് ആ കുട്ടിയുടെ CAM ബാക്ക്ഗ്രൗണ്ട് വെച്ച് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ മാത്തമാറ്റിക്കൽ മോഡലിംഗ് എല്ലാ റിസർച്ചിലും എല്ലാ ഫീൽഡിലും സാധ്യതകൾ ഉള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ ഇവിടെ നടക്കുന്ന വേറൊരു റിസർച്ചാണ് ഗ്ലാസ് റിസർച്ച്. ഗ്ലാസിന്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയുന്നതാണ്. ഗ്ലാസ്സിൽ ഒരുപാട് ഫണ്ടമെന്റൽ റിസർച്ച് നടത്തി മോഡൽസ് ഒക്കെ ഉണ്ടാക്കി ആണ് എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഡെവലപ്മെന്റിലേക്ക് പോകുന്നത്. ഫ്ലൂയിഡ് ഡൈനാമിക്സ്, ഇതെല്ലാം പലതരം ഫീൽഡുകളിലെ ഹാർഡ് കോർ അപ്ലിക്കബിൾ മാത്തമാറ്റിക്സ്, ഫണ്ടമെന്റൽ ആസ്പെക്ട്സ് ഓഫ് മാത്തമാറ്റിക്സും അപ്ലിക്കബിൾ മാത്തമാറ്റിക്സും വളരെ ആവശ്യമാണ്. അപ്പോൾ ഒരുപാട്
കമ്പ്യൂട്ടേഷണൽ ആസ്പെക്റ്റിലാണെങ്കിലും അതർ അപ്ലൈഡ് ആസ്പെക്ട്സിലും മാത്തമാറ്റിക്സിന്റെ ട്രെയിനിങ് വളരെ ആവശ്യമാണ്. ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. താങ്ക് യു സർ. BSc ഫിസിക്സ് പഠിക്കുന്നവരുടെ ഇപ്പൊ BSc പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ചോദ്യമാണ്, അവർ തുടർന്ന് ഫിസിക്സ് പഠിച്ചാൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അവരുടെ കരിയറിന് എന്നാണ് ഒരു പൊതുവായ ചോദ്യമാണ് സർ. പ്രദീപ് കുമാർ സാർ അതേക്കുറിച്ചൊന്ന്. ഫിസിക്സ് ആണ് പറഞ്ഞത്? അതെ, അത് നാരായൺ പറയുന്നതായിരിക്കും എളുപ്പം. ഓക്കെ സർ. ഞാൻ സോറി. ഈ പറഞ്ഞ പോലെ ഫിസിക്സിന് തന്നെ പല ഏരിയാസും ഉണ്ടല്ലോ അല്ലെ. ഫിസിക്സ് എന്ന് പറഞ്ഞാൽ വളരെ ജനറൽ ആയിട്ട് വെരി ബ്രോഡ് ആയിട്ടുള്ള ഒരു ടേമാണ്. ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ഒരുപാട് പേര് നോക്കിയിരുന്നു, ഫോക്കസ് ചെയ്യുന്നു. പർട്ടിക്കുലർലി ഫിസിക്സ് പഠിച്ച് ഹയർ എഡ്യൂക്കേഷനിൽ MSc PG ഒക്കെ ചെയ്യുന്ന ഒരു അക്കാദമിക് തലത്തിൽ പോകാനാണ് നോക്കിയിരുന്നത്. പക്ഷെ ഇന്ന് അക്കാദമിക് അല്ലാതെ ഒരുപാട് R&D പ്രോഗ്രാംസും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബോത്ത് അക്കാദമിക് ആൻഡ് ഇൻഡസ്ട്രി പ്രോഗ്രാംസിന് ഒരുപാട് ഓപ്ഷൻസ് വരും കാലങ്ങളിൽ ഉണ്ടാവും. പർട്ടിക്കുലർലി ചില ഫീൽഡ്സിലേക്ക് ഫോട്ടോണിക്സ്, ക്വാണ്ടം കമ്പ്യൂട്ടിങ്, അങ്ങനെ ചില ഏരിയ, ഇപ്പൊ സെമി കണ്ടക്ടറിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് R&D പ്രോഗ്രാംസ് വരുന്നുണ്ട്. അങ്ങനെ ഫിസിക്സ് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിലേറ്റഡ് അലൈഡ് ടെക്നോളജീസിൽ ഒരുപാട് സാധ്യതകൾ വരുന്നുണ്ട്. അക്കാദമിക് പ്രോഗ്രാംസ്, അക്കാദമിക് ചാൻസസും പോസിബിലിറ്റീസും ഉണ്ട്. ഒരു ടീച്ചറായിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഫസർ ലെവൽ അല്ലെങ്കിൽ ഒരു സയന്റിസ്റ്റ് ലെവലിൽ പോകാനുള്ള ഓപ്ഷൻസ്, പലതരം ഡിപ്പാർട്ട്മെന്റ്സിൽ സയന്റിസ്റ്റ് ആയിട്ട് പോകാനുള്ള ഓപ്ഷൻസ്, ഇതിനൊക്കെ പുറമെ പലതരം പ്രൈവറ്റ് ഫേംസിലെ R&D പ്രോഗ്രാംസും ന്യൂ സ്റ്റാർട്ടപ്പ് ഇനീഷ്യേറ്റീവ്സും ഒക്കെയുള്ള ഒരുപാട് ആ എക്കോസിസ്റ്റം ഇന്ത്യയിലും ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് ഫിസിക്സ് പഠിച്ചവർക്ക് ഉപകാരപ്രദമാവും. ഓക്കെ, സിമിലർ ക്വസ്റ്റ്യൻ ഓൺ കെമിസ്ട്രി പഠിച്ചാൽ എവിടെയൊക്കെ ജോലി ചെയ്യാം എന്ന് ആണ് ചോദ്യം. അതെ, രണ്ടാൾക്കും പ്രദീപ് കുമാർ സാറിനും കനാ സാറിനും അഡ്രസ് ചെയ്യാം. ഈ ഭൂലോകത്തിന്റെ അച്യുതണ്ട് തിരിയുന്നത് കെമിസ്ട്രി വെച്ചിട്ടാണ്. അപ്പൊ എന്ന് ചാക്കോ മാഷ് മനസ്സിനെ കുറിച്ച് പറഞ്ഞ പോലെ എല്ലാ ഏരിയയിലും ഒരു ജോലി സാധ്യതയുള്ള ഒരു ഫീൽഡാണ് കെമിസ്ട്രി. അത് മറ്റു വിഷയം മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. കെമിസ്ട്രി എല്ലാ ഇൻഡസ്ട്രീസിലും കെമിസ്ട്രി ആവശ്യമാണല്ലോ. ഇപ്പൊ പ്ലാസ്റ്റിക് ഇൻഡസ്ട്രി, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, പെയിന്റ്സ്, ഡിയോഡറൻറ്റ്, എവറിഥിങ് യു തിങ്ക് ഓഫ്, ഫുഡ് ഇൻഡസ്ട്രി എല്ലാം കെമിസ്ട്രി ബേസ്ഡ് ആണ്. അപ്പോൾ കെമിസ്ട്രിയിൽ ജോലി സാധ്യത കൂടുതലാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഒരു ചോദ്യം, യു ക്യാൻ എന്ന് വെച്ചാൽ ഒരു 25,000 രൂപയിൽ കൂടുതൽ ശമ്പളം കിട്ടുന്ന ജോലി കിട്ടുമോ എന്നാണ് ചോദ്യം. കിട്ടും, ധാരാളം കിട്ടും എന്നാണ്. ഇപ്പൊ ഐസറിൽ MSc ഒക്കെ കഴിഞ്ഞ് പോയ കുട്ടികൾക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഇപ്പൊ കമ്പനിയിലേക്കാണ് നേരിട്ട് പോകുന്നതെങ്കിൽ, അതായത് BSMS കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ അവരുടെ പാക്കേജ് ഇപ്പൊ ഒരു 4-5 ലക്ഷമൊക്കെയാണ്. അതായത് പെർ ഇയർ ആണ്. പെർ ഇയർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു 50,000-ത്തിനടുത്ത് ആണ് ഇപ്പൊ കൂടുതൽ. അത് ചെറിയ സാലറിയാണ്. അത് എന്താണ് കാരണം എന്ന് വെച്ചാൽ അവർ ആ ലോ ലെവൽ സെറ്റിലിംഗ് ചൂസ് ചെയ്തുകൊണ്ടാണ്. ഇപ്പൊ നേരെ മറിച്ച് PhD ഒക്കെ ചെയ്യുമ്പോൾ 14 മുതൽ 20 ലക്ഷം വരെയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ആ സാലറി. അപ്പൊ പോസ്റ്റ് ഒക്കെ കഴിഞ്ഞാൽ അതിലും കൂടുതൽ വരും. അങ്ങനെയാണ്. താങ്ക് യു. ഇനി ഒരു ചോദ്യമുണ്ട്, അതാണ് സ്റ്റാർ വാല്യൂ ഉള്ള ക്വസ്റ്റ്യൻ. അത് ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ആകാം, അതിനുള്ള അവസരമാണ്. ഒരു കുറഞ്ഞ ഒരു സമയം. എൻട്രീസ് ചെയ്യാം. അനഘ ചോദിച്ചോളൂ. സാർ, ഞാൻ ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് BSc ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഐസർ എക്സാം ഈ ഇയർ അപ്പിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സ്കോർ കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും ലോ ലെവൽ കുറച്ച് റീസെൻ്റ്ലി ഡെവലപ്പ് ആയിട്ടുള്ള ഐസറിൽ ജോയിൻ ചെയ്യുന്നതാണോ അതോ BSc കംപ്ലീറ്റ് ചെയ്തിട്ട് MSc ജാം എഴുതിയിട്ട് കുറച്ചും കൂടെ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രിഫർ ചെയ്യുന്നതാണോ നല്ലത് കരിയർ വൈസ്? ഇപ്പോഴും ഫസ്റ്റ് ഇയർ ആണോ BSc? യെസ് സർ. And you said Calicut University. Calicut University BSc ഉണ്ടോ? ഹോംസ് ആണ്. കോളേജിലാണ്. ഓക്കെ. അത് 4 ഇയർ ഹോണേഴ്സ് ആണ്. വേണ്ടവർക്ക് 3 ഇയറിൽ ക്വിറ്റ് ചെയ്യാം. റൈറ്റ്. അത് ഡിപ്പെൻസ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു വർഷം നഷ്ടപ്പെടുന്നതിൽ പ്രശ്നമില്ലാതെ തോന്നിയാൽ യു ക്യാൻ ക്വിറ്റ് ആൻഡ് ജോയിൻ. നല്ല ഐസർ കിട്ടുകയാണെങ്കിൽ. Another option is, as you rightly said, after BSc നല്ല മാർക്ക് ജാമിലൊക്കെ വാങ്ങിച്ച് ഏതെങ്കിലും IIT-യിൽ പോവാം, അല്ലെങ്കിൽ ഐസറിൽ പോവാം.
അല്ലെങ്കിൽ ഐസറിന്റെ എൻട്രൻസ് എഴുതാം ആ സ്റ്റേജിൽ. എനിക്ക് PhD പുറത്ത് പോയിട്ട് MIT, സ്റ്റാൻഫോർഡ് അതുപോലെ ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെയ്യാനാണ് താല്പര്യം. അപ്പൊ അതിന് ഏതാവും കുറച്ചും കൂടെ നല്ല ഓപ്ഷൻ? അതിന് വേണ്ടത് ഓൾറെഡി പ്രദീപ് കുമാർ സാർ മുന്നേ പറഞ്ഞതാണ്. ഈ അക്കാഡമിക് എക്സലൻസ് ഇൻ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടെങ്കിൽ അതൊരു വൺ ഓഫ് ദ ഫാക്ടേഴ്സ് മാത്രമാണ്. പിന്നെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് അല്ല റിസർച്ച് എക്സലൻസ്, അതായത് ഈ ഇന്റേൺഷിപ്പിലോ മറ്റ് MSc പ്രോജക്റ്റിലോ ചെയ്ത പേപ്പേഴ്സ് ഒരു ഇതാണ്, ഫാക്ടറാണ്. പിന്നെ റെക്കമെൻഡേഷൻ ലെറ്റർ, ആരുടെ കൂടെയാണോ എന്തെങ്കിലും വർക്ക് ചെയ്തിരിക്കുന്നത് അവരുടെ റെക്കമെൻഡേഷൻ ലെറ്റർ, ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള ഹൈ ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാൻ വേണ്ടി വേണ്ടത്. ജസ്റ്റ് അക്കാഡമിക് എക്സലൻസ് മാത്രം പോരാ എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പോയ 7 CGP ഉള്ള കുട്ടികൾ MIT ഹാർവേഡിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ 9.9 ഉള്ളവർക്ക് കിട്ടാതെ ഇരുന്നിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു ഫാക്ടർ മനസ്സിലാക്കണം. ഇത് മാത്രമല്ല, MSc പഠിക്കുമ്പോൾ ഉള്ളത് മാത്രം മതിയോ അതോ BSc അവര് ഒരു കൺസിഡർ ചെയ്യോ ഫാക്ടർ ആയിട്ട്? UG പ്രോജക്റ്റ് നല്ലതാണെങ്കിൽ അത് ഇറ്റ് വിൽ ബി എ ബിഗ് അഡ്വാൻറ്റേജ് ഫോർ യു. അതെ അതെ. ഓക്കെ സർ, താങ്ക് യു. ഡോക്ടർ ശ്രീജ ചോദിച്ചോളൂ. ഡോക്ടർ ശ്രീജ, യു ക്യാൻ അൺമ്യൂട്ട് ആൻഡ് സ്പീക്ക്. ഇല്ലെങ്കിൽ നിധി പിള്ളായി. നിധി ചോദിച്ചോളൂ. Good evening, sir. I have just completed my class 12. I'm in Gujarat. My subjects were PCB and informatic practices. I'm really passionate about biology as well as IP. So I'm thinking of pursuing a career in biotechnology, which bridges the gap between the both of subjects. So could you please brief me about the scope in biotechnology, mainly in the industry sector in India? Okay. Yes, biotechnology is a very good field. There are a lot of opportunities if you study in a good college or university or in IIT or IISER kind of places. IISER don't have biotechnology; they have biological sciences. But you have good opportunities in pharma sector and biotech industry actually. Gujarat, you know, there are a lot of pharma companies are there. So there are plenty of job opportunities even if you don't have a PhD actually. After your master's, you will be able to find jobs. So in biotech. So if you're interested in research, go for research and then also you will have a lot of opportunities actually. So Yes, it's a sir. good option. Also, I would like to ask, is it like, can I go for BTech in bioinformatics via private colleges? So that depends on what you want. So BTech in bioinformatics, you become too specialized actually. So you are narrowing down your specialization in biotechnology. So that becomes too specialized. Then you will be able to only get jobs in those kind of where data science or computational drug discovery or genomics kind of those areas. There are opportunities, but it's very, very competitive. So my general suggestion to anyone is, if you are doing bio-related courses, go for a plain bioscience or biotech course actually. Then you will learn multiple things, which will help you. In master's, PG level, you can specialize if you are interested. Yes, sir. So would it be better to continue a master's degree in India or abroad with a BSc honors? That depends on if you have your parents have money to send you abroad. That's also a good option. But there are good places in India also. You can do masters actually. So what are the better departments in India, which is there's so many actually. I cannot even list all the departments in bioscience department in ICS and IITs are the really good departments. No, because I asked because right. Please go ahead. Yeah, I asked because most of the life science and all those departments in India, they generally don't have that higher ROI. ROI. So research. Return on investment. There are many. On investment. I think also you are talking about private universities. So yeah, that's higher over there. Yeah. So in your state, I would say that only one private university has decent infrastructure for biotech is Ahmedabad University. So that's what I can tell you. Yeah.
So Yeah. Also, I have applied for CUET. Hmm. Okay, that's good. That's good. Good. So with CUET, what like most of the colleges which I can go has BSc Life Sciences and obviously BSMS dual degrees in University of Hyderabad. Right. That's a very good. Are those That's a very good. Hyderabad University, they have distance Yeah. biology, BSMS. It's very good. Yeah, that's very good course. Yeah. Okay, It's sir. a top department in India, actually. Mhm. Okay, sir. Thank you so much for your time. Dhanush has something to ask. Dhanush, please come. Yeah, good evening, sir. I'm actually doing BSc in AI and data science. It's a 4-year course, honors course. So basically, I am focusing to go for placements. So my main doubt, I asked to few professors, so I got a mixed opinion from everyone. So basically, my question was, should I be more focused on doing more projects or should I be doing more internships to build my CV? That depends on what you are you looking for a job or are you want to go for higher studies? Sir, actually, I'm thinking of going for placement. I'm actually thinking of doing at least 2 years job and gaining some experience. After that, I'm Yeah. thinking So of doing for masters. placement, they will look for your skills actually, your programming skills and all these things, because they will test those aspects. So if you have a good skill set in those directions, you will find a job. Otherwise, no, actually. So skills are very, very important for companies. So they are looking like less training. With less training, how you can launch your career in that company. So that's what they're looking for. Yeah. Okay, I think we shall wind up this session. സാർ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചാറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കുറെ ആൻസർ ചെയ്തിട്ടുണ്ട്. ഉണ്ടെങ്കിൽ അവരെ ഗ്രൂപ്പിൽ ഇടാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തോ ഗ്രൂപ്പ് അങ്ങോട്ട് ഇട്ടിട്ടുണ്ടല്ലോ. അവിടെ നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൗ ഡിഡ് യു ഗെറ്റ് ടു ദിസ് പൊസിഷൻ? മൂന്നാളും ഒന്ന് ആൻസർ ചെയ്യുക. That's a long story. ബ്രീഫായി ചെയ്യുക. വൺ ലൈനർ സിനിമക്കാർ പറയുന്ന പോലെ ബയോപിക്. എൻ്റെത് മാനസികമായിട്ട് ഞാനൊരു ഫ്ലോ വിത്ത് ദ സ്ട്രീം ആയിരുന്നു. എനിക്ക് ഞാൻ 12ാം ക്ലാസ് പഠിക്കുമ്പോൾ സയൻസിൽ പണ്ടേ താല്പര്യമായിരുന്നു. അത് ഈവൻ മച്ച് ഏർലിയർ സ്റ്റേജ്, അതായത് ഒരു പ്രൈമറി ലെവൽ മുതൽ തന്നെ സയൻസിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഒക്കെ ആയിരുന്നു. പക്ഷേ +2 കഴിഞ്ഞപ്പോൾ ഫിസിക്സിലായിരുന്നു എനിക്ക് കൂടുതൽ താല്പര്യം. പക്ഷേ സംഭവമായി വെൻ ടു കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഫിസിക്സിന് പ്രോപ്പറായ ഒരു കോളേജ് അടുത്തില്ല എന്നുള്ളൊരു ഖ്യാതി ഉണ്ടായിരുന്നു ആ സമയത്ത്. പയ്യന്നൂർ കോളേജ്, ഞാൻ പയ്യന്നൂരിൽ നിന്നാണ്. പയ്യന്നൂർ കോളേജ് നല്ലതല്ല ഫിസിക്സിന് എന്നൊരു കേട്ടുകേൾവി ഉണ്ടായിരുന്നു. അതുകൊണ്ട് കാഞ്ഞങ്ങാട് കോളേജ് ആയിരുന്നല്ലോ, അത് ഒരുപാട് ദൂരമായിരുന്നു. അങ്ങനെ കെമിസ്ട്രിയിൽ എത്തപ്പെട്ടത്. കെമിസ്ട്രിയിൽ എത്തപ്പെട്ട് പിന്നെ ഞാൻ കെമിസ്ട്രി ഇഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെ അവിടുന്ന് നല്ല മാർക്ക് വാങ്ങിച്ചു. പിന്നെ അഗൈൻ ഞാൻ പറഞ്ഞല്ലേ, വിത്ത് ദ ഫ്ലോ MSc പോയി. MSc SN കോളേജ് കണ്ണൂരാണ് നിയറസ്റ്റ് പോസിബിലിറ്റി ആ സമയത്ത്. എന്നിട്ട് ഞാൻ BEdനാണ് പോയത്. എനിക്ക് പെട്ടെന്നൊരു ജോലി വേണം എന്നൊരു ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയുള്ള ഒരു പ്രൊഫസർ, നമ്മുടെ പ്രിൻസിപ്പൽ ഷഡാനന്ദൻ നായർ എന്ന് പറഞ്ഞൊരു സാറ്, അദ്ദേഹം മാത്തമാറ്റിക്സിന്റെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം പറഞ്ഞു, യു ഷുഡ് റൈറ്റ് CSIR പരീക്ഷ എഴുതണം, അതുപോലെ ഗേറ്റ് എഴുതണം. രണ്ടും എഴുതി, രണ്ടും പാസ്സായി. അപ്പോൾ അങ്ങനെ റിസർച്ചിൽ എത്തി. ആദ്യം MTechന് ജോയിൻ ചെയ്ത് നെക്സ്റ്റ് ഡേ ആയിരുന്നു CSIRന്റെ പരീക്ഷ റിസൾട്ട് വന്നത്. അപ്പോൾ അത് കിട്ടിയപ്പോൾ പൂനെയിൽ പോയി NCL പോയി PhD എടുത്തു. PhD എടുത്തിട്ട് PhD ഒക്കെ കഴിയുമ്പോഴേക്ക് നമുക്ക് ഇതിൻ്റെ പൊട്ടൻഷ്യൽസ് കൂടുതൽ മനസ്സിലായത്. ഇപ്പോൾ ഒരു സബ്ജക്റ്റിലേക്ക് പോകുമ്പോഴാണ് നമ്മളതിൻ്റെ പൊട്ടൻഷ്യൽ കൂടുതൽ മനസ്സിലാക്കി വരിക. അല്ലെങ്കിൽ നമ്മൾക്ക് എത്രത്തോളം അറിയില്ല എന്ന് മനസ്സിലാവുന്നത് നമ്മൾ കൂടുതൽ ആ സിസ്റ്റത്തിലേക്ക് പോകുമ്പോഴാണ്. അപ്പോഴെനിക്ക് പോസ്റ്റ് ഡോക്കിന് പോയി JSPS എന്ന് പറഞ്ഞൊരു ഫെലോഷിപ്പ് ഉണ്ട്. അത് ജപ്പാൻ ഗവൺമെൻറ്റിനാണ്, നല്ല ഫെലോഷിപ്പാണ്, അത് കിട്ടി. അങ്ങനെ പോസ്റ്റ് ഡോക്കിന് JSPS പോസ്റ്റ് ഡോക്കിന് ജപ്പാനിൽ പോയി 2 വർഷം. അവിടുന്ന് UK പോയി 2 വർഷം. അവിടെ നിന്ന് ഒരു പ്രൊഫസർ ബാരി പോട്ടറിനെ കണ്ട് പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം വിളിച്ചു അങ്ങോട്ട് അയാളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ. അങ്ങനെ അവിടെ പോയി. പിന്നെ മൂന്നാമത്
ഹംബോൾഡ് ഫെലോഷിപ്പ് എന്നൊരു ഫെലോഷിപ്പ് ഉണ്ട് ജർമ്മനിയിലുള്ള. അതും അഗെയിൻ പ്രസ്റ്റീജിയസ് ഫെലോഷിപ്പാണ്. അത് കിട്ടി. മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മോളിക്കുലർ ഫിസിയോളജി എന്ന ഒരു സ്ഥാപനത്തിൽ ഡോട്ട്മണ്ടിലായിരുന്നു. 2 വർഷം അവിടെയായിരുന്നു. അങ്ങനെ ആണ് ജേണി. എന്നിട്ട് തിരിച്ചു വന്നത് ജോയിൻ ചെയ്തത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ഹൈദരാബാദ്, യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് ക്യാമ്പസിലായിരുന്നു. അവിടെ ഒരു സീനിയർ സയൻറ്റിസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തു. പിന്നെ അവിടെ ടീച്ചിങ് ഒന്നുമില്ല, നല്ല സാലറി ആയിരുന്നു. പക്ഷേ സാലറി മാത്രമേ ഉള്ളൂ, ടീച്ചിങ് ഇല്ലാത്തതുകൊണ്ട് അത് വലിയ ഇഷ്ടമില്ലാത്തൊരു ജോലിയായിരുന്നു. ആ സമയത്താണ് ഐസെറ്റ് ട്രിവാൻഡ്രത്തിലുള്ള ആപ്ലിക്കേഷൻ വിളിച്ചത്. പല IITസിലും അപ്ലൈ ചെയ്തായിരുന്നു, കിട്ടിയില്ല, എവിടെയും കിട്ടിയില്ല. ഐസെറ്റ് ട്രിവാൻഡ്രത്തിലും ഭാഗ്യവശാൽ ആ ഇന്റർവ്യൂവിൽ ക്ലിയർ ചെയ്തു. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. ഓക്കെ, താങ്ക് യു സർ. പ്രൊഫസർ പ്രദീപ് പ്ലീസ്. എൻ്റെ സുരേഷൻ പറഞ്ഞതുമായിട്ട് കുറച്ചൊക്കെ സാമ്യമുണ്ട്. എനിക്ക് സ്കൂൾ തൊട്ടേ സയൻസിലൂടെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കെമിസ്ട്രിയോട് പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതൊരു പക്ഷേ ഫാമിലിയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കും. എൻ്റെ ചേട്ടൻ കെമിസ്ട്രി പഠിച്ച ആളാണ്. അതുകൊണ്ട് എനിക്ക് കെമിസ്ട്രിയോട് പെട്ടെന്നൊരു ഇൻട്രസ്റ്റ് തോന്നി. പെട്ടെന്ന് ഓർഗാനിക് കെമിസ്ട്രിയോട് കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നി 10ാം ക്ലാസ്സിൽ വെച്ചിട്ട്. ആ ഇൻട്രസ്റ്റ് കണ്ടിന്യൂ ചെയ്ത് +2ലും പിന്നെ BSCയിലും MSCയിലും ഒക്കെ അതൊരു പാഷനായിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ MSc MG യൂണിവേഴ്സിറ്റിയിൽ ചെയ്ത്, MG യൂണിവേഴ്സിറ്റി സെന്ററിൽ. അപ്പോഴവിടെ ഉള്ള പ്രൊഫസേഴ്സ് ഒക്കെ വളരെ എൻകറേജിങ് ആയിരുന്നു. അവരെല്ലാം IIT IIScs എന്നൊക്കെ PhD ചെയ്തിട്ടുള്ള ആൾക്കാരായിരുന്നു. അവർ എൻകറേജ് ചെയ്തു. അങ്ങനെ അവിടെ ഒരു കോമൺ കൾച്ചറായിരുന്നു. അവിടെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു കൾച്ചറായിരുന്നു MSc കഴിഞ്ഞവരൊക്കെ കൂടുതൽ PhDക്ക് പോകുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇതിൽ എനിക്കൊരു മോട്ടിവേഷൻ കൂടുതൽ വന്ന് റിസർച്ച് ചെയ്യുക എന്നുള്ളത്. ഒരു ലക്ക് കാരണം എനിക്ക് ഒരു PhDക്ക് ഉപ്സാല യൂണിവേഴ്സിറ്റി സ്വീഡനിൽ അഡ്മിഷൻ കിട്ടി. പിന്നെ അവിടെ നിന്ന് ഞാൻ അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി ഇലിനോയ് US പോസ്റ്റ് ഡോക്ക് ചെയ്തു. പിന്നെ വീണ്ടും ഒരു ലക്ക് കാരണം IIT ബോംബെയിൽ ഇത് ഫാക്കൽറ്റി പോസ്റ്റ് കിട്ടി. ഇത് 50% പാഷൻ, 50% ലക്ക്. സോ യു ഡോണ്ട് നോ വെയർ യു വിൽ എൻഡ് അപ്പ്. സോ നമ്മളൊരു ഓപ്പൺ മൈൻഡ് ആയിട്ട് ഇറങ്ങേണ്ട ഒരു ഫീൽഡാണ്. സോ ഓൺലി ഡ്രൈവിംഗ് ഫോഴ്സ് ഫോർ യു ഈസ് സയൻസ്. So you are doing science and you are passionately doing science sincerely. So rest will be taken care. This is my philosophy. താങ്ക് യു സർ. ഫീ സ്ട്രക്ചറിനെ കുറിച്ച് ചോദ്യമുണ്ട്. അത് നിങ്ങൾ വെബ്സൈറ്റിൽ പോയി ബ്രോഷേഴ്സ് നോക്കിയാലേ അറിയാൻ കഴിയും. അത്യാവശ്യം ഫീസ് ഉണ്ട് ഇപ്പോൾ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും. നാരായണൻ സർ പ്ലീസ്. വളരെ ബ്രീഫായിട്ട് പറയാം. ഈ പറഞ്ഞ പോലെ രണ്ടുപേരും പറഞ്ഞ പോലെ ക്യൂരിയോസിറ്റിയും ആ ഫീൽഡിലേക്കുള്ള താല്പര്യവും ഈ രണ്ടും ജനിപ്പിക്കുന്നത് ആദ്യം പറഞ്ഞ അച്ഛൻ ഒരു ഫിസിക്സ് ടീച്ചർ ആയതുകൊണ്ട് അത് വളരെ സഹായിച്ചു. പിന്നെ എനിക്ക് സ്കൂളിൽ നിന്ന് എൻ്റെ ഫിസിക്സ് ടീച്ചർ ഈ പറഞ്ഞ പോലെ ഒരു റിസർച്ച് ഒക്കെ ചെയ്തു കാണിച്ചു തരുന്ന ഒരു സാറായിരുന്നു. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. ഇപ്പോൾ താല്പര്യം അവിടെ നിന്ന് തന്നെ ജനിക്കണം എന്ന് പറയുന്നത്, ഈ പ്രകാശത്തിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന പാർട്ടിക്കിൾസ് ഉണ്ട് അത്രേ, അത് ഒരു മലയാളിയാണ് കണ്ടുപിടിച്ചത്. ഇത്തരം ചെറിയ ചോദ്യങ്ങളും പൊടിക്കൈകളും ഞങ്ങളുടെ താല്പര്യം വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. പിന്നീട് വിക്ടോറിയ കോളേജിൽ പ്രീ ഡിഗ്രിക്കും BSCക്കും എത്തിയപ്പോഴും അവിടെ ലാബൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒന്നുമില്ല ആക്ച്വലി. അപ്പൊ എല്ലാം യു ഹാവ് ടു ബിൽഡ് ഫ്രം ദ സ്ക്രാച്ച്. അപ്പൊ അത് തന്നെ ഒരു ക്യൂരിയോസിറ്റി, നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, ഈ തലത്തിലുള്ള പല കാര്യങ്ങളും നമുക്ക് കൊണ്ടുവരും. പിന്നീട് മറ്റേ വിക്ടോറിയയിൽ കഴിഞ്ഞിട്ട് കുസാറ്റിൽ എത്തിപ്പെട്ടു. അതൊരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ്. കുസാറ്റിൽ ഈ പറഞ്ഞ പോലെ MSc എന്ന് പറയുന്നത് റിസർച്ച് ഓറിയന്റഡ് ആണ്. അപ്പൊ ഇന്നാണ് നമ്മൾ എല്ലാ കോളേജുകളിലും റിസർച്ച് ഓറിയന്റഡ് ആണ്. അന്ന് കുസാറ്റില് കുറച്ച് സ്ഥാപനങ്ങൾ റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേരളത്തില്. അപ്പൊ അങ്ങനെ റിസർച്ച് ഓറിയന്റഡ് ആണ്. അവിടെ തന്നെ MScക്ക് പ്രൊജക്ട് ചെയ്യാൻ പറ്റി. അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊജക്ട് ചെയ്യാൻ പറ്റി. അവിടെ നിന്ന് പബ്ലിക്കേഷൻ കിട്ടി, ഫെലോഷിപ്പ്. അത് കഴിഞ്ഞ് UGC ഫെലോഷിപ്പും കേരള ഗവൺമെന്റിന്റെ ഫെലോഷിപ്പും കിട്ടി. ജോലി കിട്ടി. ഒരു IT ഫീൽഡിൽ ജോലി കിട്ടിയെങ്കിലും ആ ഫെലോഷിപ്പ് ചെറിയൊരു ഫെലോഷിപ്പ് ആണെങ്കിൽ കൂടി, സാലറി നോക്കുമ്പോൾ ചെറിയൊരു ഫെലോഷിപ്പ് ആണെങ്കിൽ കൂടി താല്പര്യം കാരണം ഫെലോഷിപ്പിൽ നിൽക്കാൻ തീരുമാനിച്ചു. ആ സമയത്താണ് ഞാൻ വളരെ വേൾഡ് റിനൗണ്ട് ആയിട്ടുള്ള പുളിക്കൽ അജയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാനോ ടെക്നോളജിയിലൊക്കെ വളരെ പൈനറിങ് കോൺട്രിബ്യൂഷൻ ചെയ്ത ഒരു അദ്ദേഹമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയതും അദ്ദേഹം എന്നെ ആ ലാബിലേക്ക് ഒരു 4 മാസം വേണ്ടി ക്ഷണിച്ചതും അദ്ദേഹത്തിന്റെ കൂടുതൽ ഒരു 4-5 മാസം ചെയ്തു. തിരിച്ചു വന്ന് PhD കംപ്ലീറ്റ് ചെയ്തിട്ട് വീണ്ടും അദ്ദേഹത്തിന്റെ കീഴിൽ റൈസ് യൂണിവേഴ്സിറ്റിയിൽ ഒരു 3 വർഷത്തോളം റിസർച്ച് ചെയ്തു. ആ സമയത്ത് എനിക്ക് 1-2 ഗവൺമെന്റ് ജോലികളൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ തിരിച്ചതിനു വേണ്ടി ജോയിൻ ചെയ്യാൻ വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും ഗവേഷണം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇന്ത്യയിലെ പല ദിക്കിലും അപ്ലൈ ചെയ്തു. CSIR-ലാണ് ആദ്യം, CECRI സെൻട്രൽ ഇലക്ട്രോകെമിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ആദ്യം ഒരു ക്യുക്ക് ഹയർ ഫെലോ എന്ന് പറഞ്ഞിട്ട് ഒരു പൊസിഷനിൽ കിട്ടിയത്. അവിടെ ഒരു 1.5 വർഷം വർക്ക് ചെയ്തു. എനിക്ക് ആ ജോലി അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഭാഗ്യത്തിന് അപ്പോഴേക്കും തന്നെ TIFR-ൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. TIFR ഹൈദരാബാദില്
ഫാക്കൽറ്റി പൊസിഷനിൽ ഫാക്കൽറ്റി കിട്ടി. 2014 അവിടെ ജോയിൻ ചെയ്തു. ഈ പറഞ്ഞ പോലെ താല്പര്യവും ഒക്കെ കാരണം ഈ ഫീൽഡിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പുതിയ കാര്യങ്ങൾ, ചില കാര്യങ്ങൾ ചെയ്യാനും പറ്റുന്നുണ്ട്. ഇതാണ് എൻ്റെ ഒരു റിസർച്ച് ജേണി. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഇൻസ്പയറിംഗ് ആയ 3 സ്റ്റോറീസ് നമ്മൾ കേട്ടു. നമ്മൾ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഡിസൈൻ കോഴ്സിനെ കുറിച്ചുള്ളത്. IIT ഗൗഹാത്തിയിലുണ്ട്, അവിടെ IIT ബോംബെയിലും ഉണ്ട്. അത് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്ന് വെച്ചാൽ UCED എന്ന് പറയുന്ന എക്സാം എഴുതണം. അത് IIT ബോംബെ കണ്ടക്ട് ചെയ്യുന്ന എക്സാമാണ്. മാസ്റ്റേഴ്സിന് ഡിസൈനിന്റെ പ്രോഗ്രാംസിന് സീഡ് എക്സാം എഴുതണം. ഈ 2 എൻട്രൻസ് എക്സാം, ഇത് 2 എക്സാം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോളോഡ് ബൈ ഇന്റർവ്യൂ. ഇതിലാണ് സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യുന്നത്. പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ NID അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ടെസ്റ്റ് ഉണ്ട്. NID ഉണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിക്കും അവർക്ക് ഡിസൈൻ കോഴ്സസ് ബാച്ചിലർ. ഇതിന്റെയൊക്കെ എംഫസിസ് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനും വ്യത്യാസമാണ്. അതെ. NIDയും IITസിന്റെയും കോഴ്സുകൾ സിമിലർ ആണ്, സോർട്ട് ഓഫ്. ഓക്കെ, നമ്മൾ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി 3 പേരോടും 3 പ്രൊഫസേഴ്സും നമുക്ക് വേണ്ടി ഇത്രയും സമയം ഇവിടെ ചെലവഴിച്ചു. 1.5-2 മണിക്കൂറോളം ചെലവഴിച്ചു. ഒരു 3 പേര് മോഡറേറ്റർ എന്ന നിലയിലുള്ള നന്ദി 3 പേരോട് അറിയിക്കുന്നു. ഇനി ഒഫീഷ്യലായി സെഷൻ കൺക്ലൂഡ് ചെയ്യാനായിട്ട് സതീഷ് ആയിരിക്കും. സതീഷ് പ്ലീസ്. താങ്ക് യു. ഞാൻ സ്റ്റെപ്പ് ചെയ്യാൻ ഞാനല്ല ഉദ്ദേശിച്ചത്. യെസ് ഷുവർ, വെൽക്കം. പിന്നെ ഇവര് 3 പേരെയും ഞങ്ങൾക്ക് സയൻസ് പീപ്പിളിന്റെ ജേർണിയിൽ ഇവർ 3 പേരും വളരെ പരിചിതരായ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ പ്രദീപ് സാറായാലും കലാസുരേഷ് സാറും നാരായണൻ എനിക്ക് കുറെ കൂടി വളരെ അടുത്തൊരു വ്യക്തി കൂടിയാണ്. അപ്പൊ എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഏകദേശം 100-ലധികം പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും കൃത്യമായ ചോദ്യങ്ങൾ ചോദിച്ചതിനും പങ്കെടുത്തതിനും നന്ദി പ്രകടിപ്പിക്കുന്നു. സയൻസ് പീപ്പിളിന്റെ പേരിലും ജനസംസ്കൃതിയുടെ പേരിൽ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജനസംസ്കൃതി പേരിൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. സെഷൻ അവസാനിച്ചതായി അറിയിക്കുന്നു. താങ്ക് യു സാർ. ഒരു കാര്യം കൂടെ പറയാനുള്ള, അവർക്ക് വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അവർ ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇടാൻ പറഞ്ഞാൽ മതി, നമ്മൾ ചെയ്തോളാം. ആക്ച്വലി ആൻസർ ചെയ്യാം. ശരി സാർ, ഓക്കെ. അറിയിക്കാം. അങ്ങനെ ഗ്രൂപ്പിൽ നമ്മൾ ഒരു മെസ്സേജ് അങ്ങനെ കൊടുക്കാം സാർ. അതെ പ്ലീസ്. ആക്ച്വലി ഒരുപാട് ക്വസ്റ്റ്യൻ ചാറ്റിൽ വന്നായിരുന്നു. എല്ലാം അഡ്രസ് ചെയ്യാൻ പറ്റില്ല. അതെ. ഞാൻ കുറെ